ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർക്ക് ജീവിതയാത്രയിൽ അവർക്ക് കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും രണ്ടാണ്. ആവശ്യമായിരുന്നു ഭക്ഷണം, അതായിരുന്നു അവർക്ക് ദൈവം കൊടുത്ത മന്നയും വെള്ളവും. അതവർക്ക് ആവശ്യമായിരുന്നു, അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ആഗ്രഹമുണ്ടായി, ഞങ്ങൾക്ക് ഇറച്ചി തിന്നണമെന്ന്. അതെല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ്, ഇറച്ചി തിന്നണമെന്ന്. ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് ആഗ്രഹിച്ചു, ഞങ്ങൾക്ക് പണ്ട് ഇറച്ചി ഉണ്ടായിരുന്നു, ഈ മരുഭൂമിയിൽ എവിടെയാണ് ഇറച്ചി? അപ്പോൾ ആവശ്യങ്ങളുമുണ്ട്, ആഗ്രഹങ്ങളുമുണ്ട്. ഇതിന് രണ്ടിനും മറുപടി പരിശുദ്ധാത്മാവാണ്. ഇതിന് രണ്ടിനും മറുപടി കർത്താവാണ്. ആവശ്യങ്ങളും നടക്കണം, ആഗ്രഹങ്ങളും നടക്കണം. ആവശ്യങ്ങൾക്ക് ദൈവസന്നിധിയിലും ആഗ്രഹങ്ങൾക്ക് നമ്മുടെ കഴിവുകളിലും ആശ്രയിക്കരുത്. എല്ലാറ്റിലും യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് തരും. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം നമ്മുടെ കാലശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്കല്ല കൊടുക്കുന്നത്, നമുക്ക് തന്നെ. നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിച്ച് ദൈവം നമ്മെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയുള്ളൂ. ആഗ്രഹങ്ങൾ. ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇത്തിരി ഇറച്ചി തിന്നണമെന്ന്. കുറച്ചു പേരല്ല, 32 ലക്ഷം പേര്. 32 ലക്ഷം പേർക്ക് ഇറച്ചി എവിടെ നിന്ന് കൊടുക്കും? മോശ എവിടെ നിന്ന് കൊടുക്കും? എന്നാൽ ദൈവം അതിന് പറയുന്നൊരു കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ 7-ാം വാക്യത്തിൽ പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നല്ല, നിങ്ങളുടെ പിറുപിറുപ്പ് കേട്ടിരിക്കുന്നു. ആഗ്രഹം വന്നപ്പോൾ അവർ പിറുപിറുത്തു. ആവശ്യങ്ങളിൽ പ്രാർത്ഥിക്കും, ആഗ്രഹങ്ങൾ ദൈവത്തോട് ചോദിക്കില്ല പലരും. എനിക്കതില്ലല്ലോ, എനിക്കിതില്ലല്ലോ. ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് ചോദിക്കും. ഈ വർഷം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും അപേക്ഷയാലും യാചനയാലും നമ്മുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ ദൈവത്തോട് പറയണം. ദൈവം അതിന് മോശയോട് പറഞ്ഞു, പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. അത്രയേ ഉള്ളൂ. ദൈവം അതിന് കൊടുത്ത മറുപടി, നിങ്ങൾ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തേജസ് കാണും. അതായത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയാൽ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒരുപോലെ നമുക്ക് ലഭിക്കും. പിന്നീട് അവർ കാണുന്ന കാഴ്ച ആ അധ്യായത്തിലുണ്ട്. കാടപ്പക്ഷികൾ കടലിൽ നിന്ന് പറന്നു വന്നു. അവർ പാർക്കുന്ന ഏകദേശം ഒരു ദിവസം വഴി ദൂരം എന്നാണ്. ഒരു ദിവസം വഴി ദൂരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നല്ല ആരോഗ്യമുള്ളവർ 60 കിലോമീറ്ററോളം നടക്കുമെന്നാണ്. അപ്പോൾ 60 കിലോമീറ്റർ നീളത്തിൽ, വീതിയിൽ, ചുറ്റളവിൽ കാടപ്പക്ഷികൾ പറന്നിറങ്ങി വന്ന് നിന്നു. ഒരു വയസ്സുള്ള എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞിന് പോലും എത്തിപ്പിടിക്കാവുന്ന പരുവത്തിൽ ഇറച്ചി പറന്നു വന്നെന്ന്. അവർ ചോദിച്ചത് ഇറച്ചിയാണ്. ദൈവം ഇറച്ചിക്ക് ചുണ്ടും ചിറകും കൈകാലുകളും മുളപ്പിച്ച് അവരെ പറത്തിക്കൊണ്ടുവന്നു. മോശ ചോദിച്ചു, ഇത് എങ്ങനെ നടക്കും? അനേക അത്ഭുതങ്ങൾ കണ്ട മോശയ്ക്ക് പോലും വിശ്വാസമില്ല. എന്നാൽ ദൈവം അവിടെ അതവർക്ക് സാധിപ്പിച്ചു കൊടുത്തു. ഇതാണ് കർത്താവ്. നമ്മളായിരിക്കുന്നിടത്തേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ കൊണ്ടുവരാൻ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തെ കണ്ണുമൂടി വിശ്വസിക്കുന്ന ഒരു വർഷമായി ഈ വർഷം തേരട്ടെ. കൈകൾ അടിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കാമോ? വിശ്വസിക്കുക. ഇന്ത്യയുടെ അപ്പോസ്തലനായ DGS ദിനകരൻ്റെ കുറേ അനുഭവ സാക്ഷ്യങ്ങൾ ഞാൻ ഈ ദിവസങ്ങളിൽ ഇരുന്ന് വായിക്കുകയാണ്. അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ദൈവിക സ്വർഗീയ അനുഭവങ്ങൾ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവത്തിലെ ഒരു സാക്ഷ്യം അദ്ദേഹം പറയുകയാണ്. ഒരു മനുഷ്യൻ, ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നൊരു മനുഷ്യൻ, ഇങ്ങനെ സഞ്ചാരിയാണ്. യാത്ര ചെയ്ത് ഒരിക്കൽ കറങ്ങി തിരിച്ച്, തമിഴ്നാട്ടുകാരനാണ്, അല്ലല്ലോ, വടക്കേ ഇന്ത്യക്കാരൻ. അദ്ദേഹം കറങ്ങി തിരിച്ച് മുംബൈയിൽ ചെന്നു. ഒരു ദിവസം ഒന്നുമില്ലാത്തത് രാത്രിയിൽ അദ്ദേഹം ഒരു പാപിനിയായ ഒരു സ്ത്രീയുടെ കൂടെ സമയം ചെലവഴിച്ചു. പാപം ചെയ്തു. കാരണം വേറെ പരിപാടിയൊന്നുമില്ല, കയ്യിൽ ആവശ്യം പോലെ പണമുണ്ട്. അദ്ദേഹം രോഗത്താൽ പിടിപെട്ടു, മാറാ രോഗിയായി. അങ്ങനെ
ആ രോഗിയായ സമയത്ത് അദ്ദേഹം വിവാഹിതനാണ്. അദ്ദേഹത്തിൽ ഒരു കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജനിച്ചു. ആൺകുട്ടിയാണ്. ജനിച്ച കുഞ്ഞിൻ്റെ 2 കണ്ണും പഴുത്ത് അഴുകിയ ഒരു രീതിയിലാണ് ആ കുഞ്ഞ് ജനിച്ചു വന്നത്. 2 കണ്ണില്ല. കണ്ണിൻ്റെ സ്ഥാനത്ത് പഴുപ്പൊഴുകി വരുന്നു. ഈ കുഞ്ഞുമായിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. ആ സമയത്താണ് DGS ദിനകരൻ്റെ ജീസസ് കോൾസ് എന്ന ടെലിവിഷൻ പ്രോഗ്രാം കേൾക്കുന്നത്. അദ്ദേഹം കുടുംബമായിട്ട് വന്ന് അദ്ദേഹം DGS ദിനകരൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് എൻ്റെ ഈ കുഞ്ഞ് അനുഭവിക്കുന്നത്. എൻ്റെ ശരീരത്തിലുള്ള ഈ മാറാവ്യാധി അത് എൻ്റെ കുഞ്ഞിലേക്ക് പടർന്ന് അവളുടെ ആ കുഞ്ഞ് ജനിച്ചപ്പോൾ ഞാൻ സ്വപ്നമായിരുന്നു ഒരു ആൺകുഞ്ഞ് ജനിക്കണം. ജനിച്ച കുഞ്ഞിന് 2 കണ്ണിനും കാഴ്ചയില്ല. പഴുത്ത് ഒഴുകുന്ന കണ്ണ്, 2 കണ്ണിനും കാഴ്ചയില്ല. ഞാൻ എങ്ങനെ ജീവിക്കും? എന്തിന് ജീവിക്കണം? അദ്ദേഹത്തിൻ്റെ ഒപ്പം DGS ദിനകരനും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അവർ കടന്നുപോയി. വർഷങ്ങൾ പിന്നെ ഒരു അറിവുമില്ല. എന്നാൽ ഒരു 10-18 അത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇദ്ദേഹം ദിനകരൻ്റെ ഓഫീസിൽ വന്നു. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മഹാപാപം ചെയ്ത് രോഗിയായ മനുഷ്യനായിരുന്നു. അന്ന് അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ സൗഖ്യമായി. ഇപ്പം ദിനകരൻ ചോദിച്ചു, തൊട്ടടുത്ത് നിൽക്കുന്ന ആരാ? അതെൻ്റെ മോനാ, ഈ മിടുക്കനായ കുഞ്ഞ്. ഇവൻ്റെ കണ്ണുകൾക്കായിരുന്നു കാഴ്ച പ്രശ്നമുണ്ടായത്, പഴുത്തഴുകിയ കണ്ണ്. അന്ന് അങ്ങ് പ്രാർത്ഥിച്ചു, എൻ്റെ മോനെ കർത്താവ് സൗഖ്യമാക്കി. അവൻ്റെ കണ്ണിന് യാതൊരു കേടുമില്ല. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് തീർന്നില്ല. നിങ്ങൾ എന്തിനാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അടുത്ത് ഇത് പറയാൻ വന്നത്? അപ്പം ഇത് പറയാൻ മാത്രമല്ല വന്നത്, അങ്ങയുടെ കാരുണ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ മോനൊരു അഡ്മിഷനും കൂടി വേണം. ആ ഏത് മോന്? 2 കണ്ണില്ലാതിരുന്ന മോന് കാരുണ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ വേണം. അപ്പോൾ നമ്മൾ അറിയേണ്ട കുറേ സത്യങ്ങൾ, എത്ര വലിയ പാപമാണെങ്കിലും, എത്ര കഠിനമാണെങ്കിലും, കടും ചുവപ്പാണെങ്കിലും, ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല യേശു കർത്താവുണ്ട്. അവൻ്റെ തേജസ് കണ്ടു കഴിഞ്ഞാൽ പുറകെ കാടപ്പക്ഷി വരും, പുറകെ നന്മകൾ വരും, ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഓരോ വചനവും നമുക്കിതൊന്നും അറിവായിട്ടല്ല, വിശ്വാസമായി തീർന്നാൽ ഈ വർഷം നമുക്ക് വലിയ ജയങ്ങൾ കാണാൻ കഴിയും. ഈ പാഴായി പോകുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി ആ വെള്ളത്തിൽ നിന്നാണ് കറണ്ട് ഉണ്ടാക്കുന്നത്. ആ കറണ്ടിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ കറണ്ടാണ് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് തണുപ്പിക്കുന്നത്. ആ കറണ്ടാണ് നമ്മുടെ വീട്ടിലെ മിക്സിയും വാഷിംഗ് മെഷീനും പ്രവർത്തിപ്പിക്കുന്നത്. കറണ്ട് ഒരു നിമിഷത്തേക്ക് പോയാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും. എന്താ? കറണ്ട് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് കറണ്ട് ഉണ്ടാക്കുന്നത്? പാഴായി പോകുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി അതിൽ നിന്നുണ്ടാക്കുന്നതാണ് കറണ്ട്. ഇതുപോലെ ഈ വർഷം പാഴായി പോകുന്ന നമ്മുടെ സമയത്തെ പിടിച്ചു നിർത്തി പ്രാർത്ഥനയും ബൈബിൾ വായനയുമായിട്ട് ഇരിക്കാമോ? അതിൽ നിന്ന് ശക്തി നമുക്കുണ്ടായി വരും, വിടുതലുകൾ ഉണ്ടായി വരും. പാഴായി പോകുന്ന മണിക്കൂറുകളിൽ നിന്ന് നമ്മൾ ശക്തി ഉണ്ടാക്കണം. ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിലിരിക്കുമ്പോൾ ഞാൻ ഈ സ്വരം കേട്ടു. എന്താണ്? എന്നോട് ദൈവം ഇടപെട്ടത്, നിന്റെ പാഴായി പോകുന്ന സമയത്തെ ഈ കറണ്ട് ഉണ്ടാക്കുന്നത് പോലെ തടഞ്ഞു നിർത്തി നീ അതിനകത്തിരുന്നാൽ നീ ശക്തിയുള്ളവനായി പുറത്തു വരും. ഇതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. പാഴായി പോകുന്ന സമയം, വെറുതെ സംസാരിച്ച് കളയുന്ന സമയം, വെറുതെ TV നോക്കിയിരുന്ന് കളയുന്ന സമയം, മൊബൈലിലെ വാട്സപ്പ് മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മാറി പാഴായി പോകുന്ന ഈ വർഷത്തിലെ സമയങ്ങൾ, അത് വെറുതെ ജോലി ചെയ്ത് ഓരോ ദിവസവും തീർത്ത് കളയരുത്. ശക്തി ഉൽപ്പാദിപ്പിക്കാൻ ഒരു ദൈവ പൈതലിന് കഴിയും. നിന്റെ പ്രാർത്ഥനാ മുഴങ്കാലിൽ ശക്തി വെളിപ്പെടും. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിൻ്റെ ദൂതൻ കൊർന്നല്യോസിന്റെ വീട്ടിൽ ഇറങ്ങിയതുപോലെ ശക്തന്മാരായ ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും നമ്മൾ ഈ വർഷം കണ്ടേ മതിയാകും. ഇത് കേട്ടേച്ചു പോകരുത്.
നിങ്ങൾ വന്ന് ഈ സാക്ഷ്യം ഇനിയുള്ള ദിവസങ്ങളിൽ പറയണം. എൻ്റെ മുറിയിൽ ദൈവത്തിൻ്റെ ശക്തിയേറിയ ഒരു ദൂതൻ ഇറങ്ങി വന്നു എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകണം. അപ്പോൾ പ്രാർത്ഥനാ മുറികളിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഇതുവരെയും ഇരുന്ന അതേ പ്രാർത്ഥനാ മുറി, അതേ പായയിൽ, അതേ സ്ഥലത്ത് ഇന്ന് വരെ കാണാത്ത ഒരു ദൈവപ്രവൃത്തി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മൾ അത്ഭുതങ്ങൾ കാണും, നമ്മൾ വിടുതലുകൾ കാണും. ഒരു മാസം പോലും വെറുതെ കളയരുത്. ഓരോ മാസം തീരുന്നതിനുള്ളിൽ അത്ഭുതങ്ങൾ കണ്ടേ നമ്മൾ തീരൂ. ഓരോ ആഴ്ച വെറുതെ പാഴായി പോകരുത്. പാഴായി പോകുന്ന ഒരാഴ്ചയെ പിടിച്ചു നിർത്തണം. അതിനകത്ത് നിന്ന് പ്രാർത്ഥിച്ച് 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 നമ്മുടെ വിടുതലുകളെ എല്ലാം പിടിച്ചെടുക്കണം. ഓരോ ജന്മദിനം കഴിയുമ്പോഴും നമ്മുടെ പ്രായം കൊഴിയുകയാണ്. നമ്മൾ പ്രായത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് കളയാൻ ഇനി സമയമില്ല. അടുത്തിരിക്കുന്നവരോട് പറ, പാഴാക്കി കളയാൻ സമയമില്ല. ഇപ്പൊ സമയത്തിന് നാം ദൈവത്തിന് എന്ത് ചെയ്യണം? കണക്ക് കൊടുക്കണം. ദൈവം നമുക്ക് ആരോഗ്യമുള്ള സമയം തന്നു, എഴുന്നേറ്റ് ഓടി നടക്കാൻ സമയം തന്നു, ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ സമയം തന്നു. ആമേൻ. നല്ല ആരോഗ്യമുള്ള ശരീരം തന്നു. ഇതിനെല്ലാം കർത്താവിന് കണക്ക് കൊടുക്കണം. ആരോഗ്യമില്ലാത്ത, അല്ലെങ്കിൽ കയ്യും കാലുമില്ലാത്ത ഒരു മനുഷ്യൻ ഓസ്ട്രേലിയയിലുണ്ട്. നിക്ക് എന്ന ഒരു ദൈവദാസൻ കയ്യും കാലുമില്ലാതെ പറന്നു. അദ്ദേഹം കയ്യും കാലുമില്ലാതെ കയ്യും കാലുമുള്ളവരെക്കാൾ അധികം കാര്യം ചെയ്തു. അപ്പോൾ ഇതിനെല്ലാം നാം കണക്ക് കൊടുക്കണം. നമ്മുടെ കൈകൾക്ക്, നമ്മുടെ കാലുകൾക്ക്, നമ്മുടെ നല്ല തലച്ചോറിന്, നമ്മുടെ നല്ല ഓർമ്മശക്തിക്ക് എല്ലാം നാം ദൈവത്തിന് കണക്ക് കൊടുക്കണം. ദൈവം ഏറ്റവും വിലയേറിയ പലതും നമുക്ക് തന്നതിന് നാം ഈ വർഷം നന്ദിയുള്ളവരായി കണക്ക് കൊടുക്കണം. കർത്താവേ, നീ എനിക്കൊരു കൈ തന്നു, അതുകൊണ്ട് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തു. നീ എനിക്കൊരു നല്ല നാവ് തന്നു, ആ നാവ് കൊണ്ട് ഒത്തിരി പേർക്ക് ഞാൻ ആശ്വാസവും ആമേൻ സമാധാനവും കൊടുത്തു. നീ എനിക്ക് കാലുകൾ തന്നു, ഈ കാലുകൊണ്ട് ഞാൻ അനേക വീടുകളിൽ പോയി അനേക കുടുംബങ്ങൾക്ക് യേശുവിനെ പറയുവാൻ എൻ്റെ കാലുകളിലൂടെ ഞാൻ നടന്നുപോയി. ആമേൻ. കർത്താവേ, നീ എനിക്ക് സമ്പത്ത് തന്നു, ഈ സമ്പത്തിനെ ഞാൻ ജ്ഞാനത്തോട് ഉപയോഗിച്ചു. എനിക്കും എൻ്റെ മക്കൾക്കും മാത്രമല്ല അനേകർക്ക് ഞാനൊരു അനുഗ്രഹമായി മാറി എന്ന് പറയുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഈ വർഷം ആരംഭത്തേക്കാൾ നല്ല ഒരു അന്ത്യം ഈ 2025 ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവർ ഒരാമേൻ പറ. ഈ വർഷം ആ നല്ല ഒരു അന്ത്യത്തിലേക്ക് നമ്മൾ വരും. അതിൻ്റെ തെളിവാണ് ഈ അടുത്ത ഞായറാഴ്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ വരുന്നു. പാസ്റ്റർ വത്സൻ എന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ആന്ധ്രയിലുള്ള അദ്ദേഹത്തിൻ്റെ സഭയിൽ 10,000-ഓളം ജനങ്ങൾ കൂടി വരുന്നു. അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ വരുന്നത് നമ്മുടെ സഭയ്ക്ക് വലിയ വലിയ അനുഗ്രഹമാണ്. അവർ വഹിക്കുന്ന തേജസ്, ഇവരെല്ലാം വഹിക്കുന്നത് ബുദ്ധിയല്ല, അവരുടെ മേലൊരു മഹത്വമുണ്ട്. ആ മഹത്വമുള്ളവർ ഇവിടെ വരുമ്പോൾ അവരുടെ മേലുള്ള പകർച്ച നമ്മുടെ മേലും കടന്നു വരും. യോങ്കിച്ചോ കോട്ടയത്ത് വന്നു. അതിനുശേഷമാണ് കേരളത്തിൽ ചർച്ച് വളരാനിടയായത്. ബെന്നിഹിൻ ഇന്ത്യയിൽ വന്നു. റീനാഡ് ബോംഗെ ഇന്ത്യയിൽ വന്നു. ഈ 3 പേര് വന്ന ശേഷം ഇന്ത്യയിൽ ദൈവസഭ വളരാൻ തുടങ്ങി. കാരണം അവർ വഹിക്കുന്ന ദൈവമഹത്വം തേജസ്സും നിറച്ചാണ് അവർ ഈ രാജ്യത്തേക്ക് വന്നത്. അപ്പോൾ ഒരു ദൈവദാസൻ ഒരു സഭയിൽ വന്നാൽ അന്ന് മുതൽ ആ ദൈവമകൻ വഹിക്കുന്ന തേജസ്സും നമ്മുടെ മേൽ, വിശ്വസിക്കുന്നവരുടെ മേൽ അത് വ്യാപരിക്കും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവൻ്റെ ആളവറ്റ ശക്തിയുടെ വലിപ്പം. ജനുവരി 19 അദ്ദേഹം വരുന്നത്. ജനുവരി 26 അതൊരു ഞായറാഴ്ചയാണ്. അന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, മേരി കൂവർ, സിസ്റ്റർ മേരി കൂവർ 26 ഇവിടെ വരുമെന്ന് ഞാൻ പറഞ്ഞില്ല. ആ സഹോദരിയുടെ, ആ ദൈവദാസിയുടെ മകൾ സാറാ കൂവർ, മേരി കൂവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് ഒത്തിരി വർഷമായി. മേരി കൂവർ ആൻറ്റിയുടെ മകൾ സാറാ കൂവർ അവർ അമേരിക്കയിലാണ്. ഞാൻ പറഞ്ഞു, എന്നെങ്കിലും നാട്ടിൽ വന്നാൽ ഞങ്ങളുടെ ചർച്ചിൽ വരണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവർ പറഞ്ഞു, ഞാൻ 26 നിങ്ങളുടെ ചർച്ചിൽ വരട്ടെ. ഞാൻ പറഞ്ഞു വരണം. അപ്പോൾ സിസ്റ്റർ മേരി കൂവറിൻ്റെ മകൾ സാറാ കൂവർ, അതായത് മേരി കൂവർ പോലെ തന്നെ ഇരിക്കും, ശുശ്രൂഷ അതുപോലെ തന്നെ, അസാധാരണമായി സഹോദരിമാരുടെ നടുവിൽ
ലോകരാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ദൈവദാസി വരുന്നു. PG വർഗീസ് അങ്കിൾ തൊട്ടടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ ഫെബ്രുവരി 2 PG വർഗീസ് അങ്കിൾ അദ്ദേഹം കന്യാകുമാരി തുടങ്ങി കാശ്മീർ വരെ ഈ 84-ാമത്തെ വയസ്സിൽ അദ്ദേഹം വളരെ തിരക്കിൽ ഓടുന്നതിനിടയിൽ ഒരു സൺഡേ നമ്മുടെ സഭയിലുണ്ട്. അത് നമുക്ക് ഭയങ്കര അനുഗ്രഹമാകും. അങ്ങനെ ഇതെല്ലാം കാണുന്നത് എന്താണ് ഈ പറയുന്നത്? ഒരു സഭയിലും പോകാത്ത, ആര് വിളിച്ചാലും കിട്ടാത്ത ഇത്രയും വലിയ ദൈവദാസന്മാർ നമ്മുടെ സഭയിലേക്ക് വരുന്നത് നമ്മെ കർത്താവ് വളരെയധികം സ്നേഹിക്കുന്നു. ഞാനിതിനെയൊക്കെ ഒരു അടയാളമായിട്ട് കാണുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ഞായറാഴ്ചകൾ ഒന്നും ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ വിശ്വാസത്തെ നാം ജ്വലിപ്പിക്കണം. ഞാൻ അനൗൺസ്മെൻറ്റിന് ചില സമയം കൂടുതലെടുത്തു. കാരണം ഈ വർഷത്തിൻ്റെ പുതിയ ദിവസങ്ങളിലെല്ലാം നമുക്ക് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകണം. കഴിഞ്ഞ ഞായറാഴ്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ വന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച, അതിന് മുമ്പത്തെ വ്യാഴാഴ്ച, ഈ വർഷത്തിൻ്റെ ആദ്യത്തെ വ്യാഴാഴ്ച പാസ്റ്റർ ആഷ്ലി കുടുംബമായിട്ട് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവം ഒത്തിരി പേരെ അയക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ വർഷം നമ്മൾ ദൈവത്തിൻ്റെ തേജസ് കാണും. കാടപ്പക്ഷി പറക്കുന്നത് നമ്മൾ കാണും. ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നത് കാണും. ആവശ്യങ്ങൾ മാത്രമല്ല, ആഗ്രഹങ്ങളും, ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ, വർഷങ്ങളായി നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഈ വർഷം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. ചേർന്ന് ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ കിണറുകളെ കുറിച്ചുണ്ട്. ഒത്തിരി കിണറുകൾ. ഇസഹാക്ക് കിണറുകൾ കുഴിച്ചു. ഒരിക്കലൊരു പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് കിണറുകളെ കുറിച്ചാണ്. കിണറുകളിൽ ആഴത്തിലേക്ക് ഇന്ന് ഞാൻ ഇറങ്ങി, അതിൻ്റെ ആഴത്തിലേക്ക് പോയി വെള്ളം കോരിയെടുത്ത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും എന്ന് ആ പാസ്റ്റർ പറഞ്ഞപ്പോൾ ആ ചർച്ചിലെ ഒരച്ചായൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, പാസ്റ്റർ എത്ര ആഴത്തിലോട്ട് പോയാലും 1 മണിക്ക് കയറി വരണം, ഞങ്ങൾക്ക് വീട്ടിൽ പോകാനാണ്. അപ്പോൾ 26-ാം അധ്യായത്തിൽ ഒത്തിരി കിണറുകളുണ്ട്, ഒത്തിരി ആഴങ്ങളുണ്ട്. ഞാൻ മൊത്തം ആഴത്തിലോട്ട് പോയാൽ ശരിയാകില്ല. എങ്കിലും അതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കർത്താവ് കൃപ തരും. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചു, ആ ആണ്ടിൽ അവന് 100 മേനി വിളവ് കിട്ടി. ഈ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഒറ്റ കാര്യം ചെയ്താൽ മതി, വിതച്ചാൽ മതി. വിതക്കാതെ ഒരാൾക്കും 100 മേനി വിളവ് കൊയ്യാൻ സാധ്യമല്ല. വിതയ്ക്കണം. ആര് വിതയ്ക്കുമോ അവർ കൊയ്യും. ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നാശം കൊയ്യും. ആത്മാവിൽ വിതച്ചാലോ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. നാം എന്തു വിതയ്ക്കുന്നുവോ അത് നാം കൊയ്യും. അടുത്തിരിക്കുന്നവരോട് പറ, എന്ത് വിതയ്ക്കുന്നുവോ അത് കൊയ്യും. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നോ, നമ്മളത് കൊയ്യും. മറ്റുള്ളവരെ ദോഷമായിട്ട് സംസാരിക്കുന്നവർക്ക് അത് തന്നെ കിട്ടും. എന്നാൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. കണ്ണുനീരോടെ വിതച്ചാൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആർപ്പോടെ കൊയ്യാൻ കഴിയും. ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചു. അവൻ 100 മേനി വിളവ് അവന് ലഭിച്ചു. ദൈവം അവനെ അനുഗ്രഹിച്ചു. ഉൽപ്പത്തി 26:12. അടുത്തത്, അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി. എന്തുകൊണ്ട്? ദൈവം അവനെ അനുഗ്രഹിച്ചു. അവൻ വിതച്ചത് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്തായിരുന്നു. അവനോടത് പറഞ്ഞു കൊടുത്തത് ദൈവമാണ്. ദൈവത്തെ കൂടാതെ നമുക്ക് വലിയ സമൃദ്ധി കാണാൻ കഴിയില്ല. എവിടെയെങ്കിലും വിതച്ചാൽ പോരാ. വിതയ്ക്കുന്നവൻ വിതക്കാൻ പുറപ്പെട്ട കാര്യം നമുക്ക് ബൈബിളിൽ അറിയാം.
യേശു പറയുകയാണ്, വിതക്കാൻ പുറപ്പെട്ടവൻ വിതക്കുവാൻ എറിഞ്ഞത് ചിലത് വഴിയറമ്പത്ത് വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല ഇടത്ത് വീണു. നല്ല ഇടത്ത് വീണത് 100 മേനി വിളവുണ്ടായി. 100 മേനി വിളവെന്നുള്ളത് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് വീഴുമ്പോഴാണ്. വഴിയറമ്പത്ത് വീണു, പാറസ്ഥലത്ത് വീണു, മുള്ളിനിടയിൽ വീണു. ഇവയൊന്നും വിളവ് കൊടുത്തില്ല എന്ന് യേശു പഠിപ്പിക്കുകയാണ്. നല്ല സ്ഥലത്ത്, ദൈവം ഉദ്ദേശിച്ച ഇടത്ത്, ഒരുവന്റെ നല്ല ഹൃദയത്തിൽ ദൈവവചനം വീണാൽ അത് 100 മേനി വിളവാകും. ഉപജീവന ചിന്തകളും നാളെയെക്കുറിച്ചുള്ള ചിന്തകളിൽ ജീവിക്കുന്നവൻ ദൈവവചനം കേട്ടാൽ ഈ ഉപജീവന ചിന്തകളും ദൈവവചനം ഒരുപോലെ വളർന്നിട്ട് ഈ ഉപജീവന ചിന്തകൾ വന്നിട്ട് വചനത്തെ ഞെരുക്കിക്കളയുമെന്ന് യേശു പഠിപ്പിച്ചതാണ്. എന്നാൽ നല്ല നിലത്ത് വീഴുന്നവന് വേറൊരു ചിന്തയില്ല, വചനത്തിന്റെ ധ്യാനം മാത്രമേ ഉള്ളൂ. അവന് 100 മേനി വിളവുണ്ടാകും. അപ്പൊ നമ്മുടെ ഹൃദയത്തിലുള്ള നാളെയെക്കുറിച്ചും എങ്ങനെ ജീവിക്കുമെന്നുള്ള ചിന്തകൾ, ഈ ചിന്തകളെ വിളിക്കുന്നത് മുള്ളുകൾ എന്നാണ്. യേശു പറയുകയാണ്, അത് മുള്ളുകളാണ്. അത് മുളച്ചു വന്നാൽ നല്ലതിനെ പോലും ഞെരുക്കിക്കളയും. അത് നല്ല ഫലം തരില്ല. ഉപജീവന ചിന്തകൾ, ഉപജീവന ചിന്ത എന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 13:21 അത് കാണാം. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. 22 വാക്യം, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു, എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കി നിഷ്ഫലനാക്കി തീർക്കുന്നു. വചനത്തെ ഞെരുക്കുന്നു, വചനം വളരാൻ വിടുന്നില്ല. എന്തിനാണ് നമ്മൾ വചനം കേൾക്കുന്നത്? ഈ വചനമാണ് സ്വതന്ത്രമായിട്ട് വളരേണ്ടത്. നമ്മുടെ അകത്ത് വീഴുന്ന ഓരോ വചനത്തിനും ആർത്ത് വളരാൻ ഒരവസരം ഉണ്ടാക്കണം. എന്നാൽ ഉപജീവന ചിന്ത, അതും വചനം ഒരുമിച്ച് പോയാൽ ഈ ഉപജീവന ചിന്തയും നാളെയെക്കുറിച്ചുള്ള ഭാരവും, പിള്ളേരുടെ കാര്യം ഒന്നും ആയില്ലല്ലോ, വീടിൻ്റെ കാര്യം ഒന്നും ആയില്ലല്ലോ, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, ഇങ്ങനെയുള്ള ആകുല ചിന്തകൾ, ഈ ചിന്തകൾ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് ഈ ലോകത്തിൽ ആരുമില്ല, എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല, ഇതിനെയെല്ലാം കൂടി ചേർത്തിട്ടാണ് മുള്ളെന്ന് പറയുന്നത്. മുള്ളെന്ന് പറയുന്നത് എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കും. ഈ മുള്ള് വേഗത്തിൽ വളരും. നമ്മുടെ പുരയിടത്തിലൊക്കെ ഈ തൊട്ടാവാടി അടി എന്നൊരു സാധനമുണ്ട് അല്ലേ? എന്താ, ആരാണ്? തൊട്ടാവാടി. പെട്ടെന്ന് വാടും, പിന്നെ പൊങ്ങി വരും, പിന്നെ വാടും. ഇങ്ങനെ ഒരാൾ നമ്മുടെ കോമ്പൗണ്ടിലുണ്ട്. നമ്മൾ ദിവസവും പോയി അതിന് വെള്ളം ഒഴിക്കാറുണ്ടോ? ഇല്ല. ഇത് വളർന്നു കഴിഞ്ഞാൽ അവിടെ നട്ടിരിക്കുന്ന നല്ല ചെടികൾ പോലും വളരാതെ പോകും ഇയാളുണ്ടെങ്കിൽ. തൊട്ടാവാടി, നല്ല പേരാണ് തൊട്ടാവാടി. തൊട്ടാവാടൻ എന്ന് പറഞ്ഞില്ല, തൊട്ടാവാടി. പെട്ടെന്ന് തളരും, പെട്ടെന്ന് ക്ഷീണിക്കും, പെട്ടെന്ന് മനസ്സ് മടുക്കും, പെട്ടെന്ന് പ്രാർത്ഥന നിർത്തും, പെട്ടെന്ന് ജോലിയെല്ലാം അവിടെ ഇട്ടേച്ച് കട്ടിലേ പോയി കിടക്കും, പെട്ടെന്ന് നെഞ്ചത്തിടിക്കും, പെട്ടെന്ന് പറയും എനിക്കിന്നൊന്നും വേണ്ട, എനിക്ക് ജീവിക്കണ്ട. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ. ഞാൻ 6-7 എണ്ണം പറഞ്ഞു, 10-200 എണ്ണം പറയാനുണ്ട്. അത് നിങ്ങൾ പൂരിപ്പിച്ചോ. തൊട്ടാവാടി. അപ്പൊ തൊട്ടാവാടിയെ നാം പറിച്ചു കളയണം. എന്താണ്? അടുത്തിരിക്കുന്നവരോട് പറ, തൊട്ടാവാടിയെ പറിച്ചു കളയണം. ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് തൊട്ടാവാടി പറിച്ചു കളയണേ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അകത്ത് കിടക്കുന്ന തൊട്ടാവാടിയെ നാം എന്ത് ചെയ്യണം? പെട്ടെന്ന് നമ്മെ തളർത്തുന്നത്, പെട്ടെന്ന് നമ്മെ ക്ഷീണിപ്പിക്കുന്നത്, പെട്ടെന്ന് നമ്മെ മുറിവേൽപ്പിക്കുന്നത്, ഇതെല്ലാം മുള്ളുകൾ. മുള്ളിനിടയിൽ എന്ത് വിതച്ചിട്ടും കാര്യമില്ല. ഈ വർഷം നല്ലൊരു ഹൃദയം ഉണ്ടാക്കണം. ആവശ്യമില്ലാത്തതെല്ലാം പറിച്ചു കളയണം. അതുകൊണ്ടാണ് പലരുടെയും ജീവിതത്തിൽ ഫലം കാണാതെ പോകുന്നത്. വിതയ്ക്കാൻ എല്ലാവർക്കും മനസ്സുണ്ട്, നല്ലതാണെന്നും അറിയാം. എന്നാൽ നല്ല വചനത്തെ പോലും
ഈ തൊട്ടാവാടി ഞെരുക്കിക്കളയും. അതിനെ പറയുന്നത് ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയോ. കാശില്ലാണ്ട് എങ്ങനെയാവും? അയ്യോ ലോകത്തിൻ്റെ ചിന്ത, അയ്യോ ബന്ധുക്കൾ ആരും എന്നെ പഴയ പോലെ സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല, മിണ്ടുന്നില്ല, എൻ്റെ സുഹൃത്ത് വലയങ്ങളെല്ലാം എന്നോട് അകലമാണല്ലോ. ഞാൻ ഈ വചനത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് എല്ലാവരും എനിക്കെതിരാണ്. അതെ, നീ വചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ലോകം നിനക്കെതിരാകും. വചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ സകല എതിരുകൾ നിനക്ക് ഒരുമിച്ച് വരും. എന്നാൽ അതിലെല്ലാം നീ വചനത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ ഈ വർഷം നീ വലിയ ജയം കാണും, വലിയ വിളവ് കാണും. വചനം നിനക്ക് 100 മേനി വിളവ് കൊണ്ടുവന്നു തരും. ഇസഹാക്ക് വിതച്ചു, ആണ്ടിൽ അവന് 100 മേനി വിളവ് കിട്ടി. ഇസഹാക്ക് എവിടെയാണ് വിതച്ചതെന്ന് അറിയാമോ? ഇസഹാക്ക് വിതച്ചത് ഒരിക്കലും വിതക്കാൻ പറ്റാത്ത സ്ഥലത്ത് ദൈവം അവനോട് വിതയ്ക്കാൻ പറഞ്ഞു. ഇതുപോലെ ആരോടും പറയാത്ത ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിന്നോട് ഈ ദിവസങ്ങളിൽ സംസാരിക്കാൻ പോവുകയാണ്. ആരും വിതക്കാത്തിടത്ത് നീ വിതക്കാൻ പോവുകയാണ്. ആർക്കും ബിസിനസ്സിൽ ജയമില്ലായിരിക്കാം ചില മേഖലകളിൽ. എന്നാൽ നിന്നോട് ദൈവം പറയും, നീ അത് ചെയ്തോന്ന് പറയും. അതുപോലെ തന്നെ നീ വലിയ വിജയം കർത്താവ് നിനക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. കോവിഡ് കഴിഞ്ഞപ്പോൾ ഒരു അച്ചായൻ എന്നോട് സാക്ഷ്യം പറഞ്ഞതാണ്. ഒരു ചർച്ചിലെ ഒരു മനുഷ്യൻ തകർന്ന് തരിപ്പണമായി സഭയിൽ വന്നതാണ്. സഭയിൽ വന്ന് ഉടനെ കോവിഡ് ആരംഭിച്ചു. എന്നാൽ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, നീ ഈ കടയെടുത്ത് ഈ ഷോപ്പ്, ചെങ്ങന്നൂർ ഒരു ഷോപ്പ് കാണിച്ചിട്ട് പറഞ്ഞു, ഈ ഷോപ്പ് അവിടെ വാടകയ്ക്ക് എഴുതി വെച്ച് നീ എടുത്ത് തുണിക്കട തുടങ്ങാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ ദൈവശബ്ദം കേട്ടു, തുണിക്കട തുടങ്ങി. ചെങ്ങന്നൂർ ടൗണിലാണ്. 1 മാസം കഴിഞ്ഞപ്പോൾ ലോക്ക്ഡൗൺ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കടമൊക്കെ മേടിച്ച് ദൈവം പറഞ്ഞ് ഒരു നല്ല തുണിക്കട തുടങ്ങിയതാണ്. എന്ത് സംഭവിച്ചു? അദ്ദേഹം പറയും, കർത്താവെ അങ്ങ് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയതാണ്. 2-3 വർഷത്തേക്ക് ലോക്ക്ഡൗൺ വന്നപ്പോഴും ദൈവം ഒരു അത്ഭുതം ചെയ്തു. അദ്ദേഹം ഉള്ളിലിരുന്ന് ടെൻഷൻ അടിച്ചു. ദൈവമേ, ആത്മഹത്യയുടെ വക്കീലെത്തിയപ്പോഴാണ് അങ്ങേ അറിഞ്ഞത്. പായിപ്പാട് ഒരു ചർച്ചിൽ അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ആണിത്. അന്ന് ഞാൻ ആ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിലുണ്ട്. അദ്ദേഹം എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. ലോക്ക്ഡൗൺ വന്നപ്പോൾ ഉള്ള രസം, ഇദ്ദേഹത്തിൻ്റെ കടയ്ക്ക് തൊട്ടിപ്പുറത്തെ കട തൊട്ട് അങ്ങോട്ട് വേറൊരു പഞ്ചായത്തോ എന്തോ ഒരു ലോക്ക്ഡൗണിന് ഓരോ മേഖലകളുണ്ടല്ലോ, ആ മേഖലയിലുള്ളവർ ഇവിടെ നിന്ന് അങ്ങോട്ട് ലോക്ക്ഡൗൺ. ഈ കട കഴിഞ്ഞ് ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തെ ഏരിയക്കാരുടെ ലോക്ക്ഡൗൺ. ഈ കടയ്ക്ക് മാത്രം അടവില്ല. 3 കൊല്ലം അപ്പുറത്തോട്ട് മുഴുവൻ കട അടഞ്ഞുപോയി, ഇപ്പുറത്തോട്ട് മുഴുവൻ കട അടഞ്ഞുപോയി. ആ നാട്ടുകാർക്ക്, സംഘടനകൾക്ക്, അല്ലെങ്കിൽ അന്നത്തെ ആർക്കും ഇത് അടക്കാൻ പറ്റുന്നില്ല. കാരണം നിയമപരമായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും, നിയമപരമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും കട അടച്ചോളണം. ഈ കടയെ അടക്കാൻ ആർക്കും പറ്റുന്നില്ല, ആരും വരുന്നില്ല. ഇവര് തുറന്നു, ഭയങ്കര കച്ചവടം. കച്ചവടം എന്ന് പറഞ്ഞാൽ ഭയങ്കര കച്ചവടം. അവരുടെ എത്രയോ ലക്ഷം കടങ്ങൾ വീടി. നടന്നൊരു സാക്ഷ്യമാണ്. ഈ ഒരു കടയെ അടക്കാൻ കഴിയുന്നില്ല ആർക്കും. കാരണം അതിന് തൊട്ടിപ്പുറത്ത് എന്തോ ഒരു ജംഗ്ഷനാണത്, അതിനെ അടക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് കർത്താവിൻ്റെ കാര്യം. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ യേശു നമുക്ക് വേണ്ടി ചെയ്യാൻ വാതിൽ തുറന്നാൽ ആർക്കും അതടക്കാൻ കഴിയില്ല. ഇതുപോലെ എന്തൊക്കെയോ നീ ഈ ആണ്ടിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. ആരുടെയൊക്കെ ഹൃദയത്തിൽ ഇന്ന് കർത്താവ് ഈ ഒരു ചിത്രം ഇടുകയാണ്. അത് വേണ്ടവരതിനെ കൈകൾ അടിച്ച് പ്രാപിച്ചോളണം. അപ്പോൾ ഇസഹാക്കിന്റെ 26-ാമത്തെ ഈ ചരിത്രത്തിൽ ഇസഹാക്ക് വിതച്ചു, അവന് 100 മേനി വിളവ് കിട്ടി, അവൻ മഹാധനവാനായി, ആ രാജ്യത്തെ രാജാവിനേക്കാൾ ശ്രേഷ്ഠനായി മാറി. അപ്പൊ ഇസഹാക്കിന്റെ ജീവിതത്തിൽ നിന്ന് ഞാനൊരു 5 കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നു. 1, വിശ്വസിക്കുക. 2, വിതയ്ക്കുക. 3, വിയർക്കുക അല്ലെങ്കിൽ അധ്വാനിക്കുക. 4, വീണ്ടെടുക്കുക. 5, വിജയിക്കുക. 5 കാര്യങ്ങൾ.
ഇത് മുഴുവൻ പറയാൻ പറ്റിയില്ലെങ്കിൽ ഈ 5 കാര്യം ഓർത്തേക്കണം. ഒന്നെന്താണ്? വിശ്വസിക്കുക. 2 വിതയ്ക്കുക. 3 വിതച്ചതിനകത്ത് വിയർക്കുക. 4 വീണ്ടെടുക്കുക. 5 വിജയിക്കുക. ഇസഹാക്ക് ആരാണ്? അബ്രഹാമിന്റെ മകനാണ്. അബ്രഹാം വർഷങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഇസഹാക്ക്, ദൈവം അബ്രഹാമിനും സാറയ്ക്കും ഒരു ചിരി ഉണ്ടാക്കി. അപ്പോൾ അബ്രഹാമിന്റെ സകല വാഗ്ദത്തങ്ങളും ഇവനിലൂടെയാണ് സംഭവിക്കേണ്ടത്. ദൈവം ഇസഹാക്കിനെ ആ 26-ാം അധ്യായം ആരംഭം മുതൽ നോക്കുമ്പോൾ നമുക്ക് കാണാം, ദൈവം ഇസഹാക്കിനെ ഒരു പുതിയ ചുവടുവെപ്പിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 26:1 അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ക്ഷാമമുണ്ടായി. ഈ ക്ഷാമം എന്ന് പറയുന്നത്, പ്രതികൂലങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വർഷവും ഉണ്ടാകും. ഈ വർഷം തന്നെ തുടങ്ങിയപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചല്ലോ, കാലിഫോർണിയയിലല്ലേ ഭയങ്കര കാട്ടുതീയാണ്. ഹോളിവുഡ് നമുക്ക് എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു സ്ഥലമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ നടന്മാരും നടിമാരും മഹാന്മാരായ മനുഷ്യരെല്ലാം പാർക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെലവ് കൂടിയ സ്ഥലം, അത് മുഴുവൻ തീക്കരയായി. കാട്ടുതീ കെടുത്താൻ ആർക്കും കഴിയുന്നില്ല. അവിടെ ആശങ്കയിലാണ് ജനങ്ങൾ. കാരണം കാറ്റ് കൂടാൻ സാധ്യതയുണ്ട്, അപ്പോൾ തീ ആളിപ്പടരാനും സാധ്യതയുണ്ട്. ഈ വർഷം തുടങ്ങിയപ്പോൾ പലയിടത്തും ഭീകരമായ വാർത്തകളാണ്. വലിയ രാജ്യങ്ങൾ പോലും വലിയ പ്രശ്നത്തിൻ്റെ നടുവിലാണ്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ വർഷങ്ങളെ പോലെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഈ വർഷവുമുണ്ട്. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ദേശത്ത് ക്ഷാമമുണ്ടായി. അപ്പൊ ക്ഷാമവും ഭൂകമ്പവും അവിടെ എല്ലാം സംഭവിക്കും. യേശു പറഞ്ഞു, ജാതി ജാതിയോട് എതിർക്കും, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകും. ഇതിനിടയിൽ നിനക്ക് നൂറുമേനിയുടെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാവുകയില്ല. കാരണം നീ ദൈവത്തിൻ്റെ പദ്ധതിയായതുകൊണ്ട് ലോകത്തിൻ്റെ നീക്കത്തിനനുസരിച്ച് നിന്റെ ജീവിതത്തിന് കേടുണ്ടാകില്ല. നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഈ ഒരു സത്യം ഒരു ദൈവ പൈതൽ അറിയണം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുള്ള ഒരു ദൈവ പൈതൽ എവിടെയുണ്ടോ ആ വ്യക്തിക്ക് വലിയ ജയമുണ്ട്. അങ്ങനെ ഇസഹാക്ക് വലിയ ക്ഷാമത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്നു. വേണമെങ്കിൽ ഇസഹാക്കിന് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ, ഞാൻ പാർക്കുന്നിടത്തെല്ലാം ക്ഷാമമാണല്ലോ, ഞാൻ പോകുന്നിടത്തെല്ലാം ക്ഷാമമാണല്ലോ, ഈ ആണ്ടിലും ക്ഷാമമായി പോയോ, ഈ ആണ്ടിൻ്റെ തുടക്കം തന്നെ വളരെ പ്രശ്നങ്ങളാണല്ലോ. എന്നാൽ ഇസഹാക്ക് അങ്ങനെയൊന്നും പറയുന്നില്ല. അവൻ അടുത്ത ചുവടുകൾ വെക്കുകയാണ്. ക്ഷാമം അവനെ മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിടുകയാണ്. പല പ്രശ്നങ്ങളും നമ്മെ അടുത്ത വഴിയിലേക്ക് തിരിക്കും. അപ്പോൾ ഇസഹാക്ക് ഗരാറിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബിമലേക്കിന്റെ അടുക്കൽ പോയി. ചില പ്രശ്നങ്ങൾ നമ്മെ ഏതോ ഒരു നന്മയുടെ സ്ഥലത്തേക്ക്, നന്മയിലേക്ക് തിരിക്കുന്ന അനുഗ്രഹമായി മാറും. ഓരോ ക്ഷാമങ്ങളും അനേകർക്ക് നാശമാകുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അതേ പ്രശ്നം വലിയ ഒരു നന്മയായി മാറും. എത്ര പേർ അങ്ങനെ ഈ ദൂതിനെ ഏറ്റെടുക്കും? ഈ വർഷം വരുന്ന എല്ലാ ക്ഷാമങ്ങളും, ഈ വർഷം വരുന്ന എല്ലാ ഞെരുക്കങ്ങളും, ഈ വർഷം വരുന്ന എല്ലാ പ്രതിസന്ധികളും എനിക്ക് നന്മയാകും. പെട്ടെന്ന് എൻ്റെ വീട്ടിൽ രോഗം വന്നാൽ അതെനിക്കൊരു പുതിയ വഴിത്തിരിവാകും. പെട്ടെന്ന് എനിക്കൊരു ഞെരുക്കം വന്നാൽ അതെനിക്കൊരു വഴിത്തിരിവാകും. പെട്ടെന്ന് എൻ്റെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും ദൈവം സകലതും നന്മയാക്കി എനിക്ക് മാറ്റും. കാരണം ഞാൻ ദൈവ പൈതലാണ്, ഞാൻ വാഗ്ദത്ത സന്തതിയാണ്. കൈകളടിച്ചുകൊണ്ട് അതിനെ സ്വീകരിച്ച് എല്ലാ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കാണ്. അപ്പൊ ദൈവത്താൽ വിളിക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? ഉണ്ടോ? എല്ലാം നന്മയ്ക്കാണ്. അടുത്തിരിക്കുന്നവരോട് പറ, നമുക്ക് വരുന്നതെല്ലാം നന്മയ്ക്കാകും. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പറയുന്നില്ല.
ഈ വർഷം ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഇത് പറയാനല്ല ദൈവം നമുക്ക് ഈ വർഷം ഈ വർഷം വരുന്ന എല്ലാ പ്രശ്നങ്ങളും അടുത്ത ഒരു ഷിഫ്റ്റ് ആയിട്ട് മാറും, അടുത്തൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറും. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അടുത്ത ഒരു വഴിത്തിരിവിലേക്ക് തിരിയും. ഇത് ഐസഹാക്ക് തിരിയുകയാണ്, അവൻ ഗെരാറിലേക്ക് തിരിയുകയാണ്, അവൻ അടുത്ത ചുവടുകൾ വെക്കുകയാണ്. ഒരു ക്ഷാമം കൊണ്ടൊന്നും തീരുന്നതല്ല നീ, ക്ഷാമത്തിന്റെ നടുക്ക് സമൃദ്ധിയിൽ വളരുന്നവനാണ് ഒരു വിളിക്കപ്പെട്ട ദൈവ പൈതൽ. അബ്രഹാമിന്റെ കാലത്തുള്ളതുപോലെ തന്നെ പ്രശ്നം ഇസഹാക്കിന്റെ കാലത്തും ഉണ്ട്. എല്ലാ കാലത്തും പ്രശ്നങ്ങളുണ്ടാകും, എന്നാൽ എല്ലാ കാലത്തും ഉറങ്ങാത്ത മയങ്ങാത്തവനായ സർവശക്തനായ ദൈവത്തിന്റെ അഗ്നിജ്വാലക്കൊത്ത കണ്ണ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ എങ്ങനെയാണോ അതിനനുസരിച്ച് നിനക്കൊരു ജയമുണ്ട്. ഇസഹാക്കിനോട് ദൈവം സംസാരിച്ചു. എന്താണ് സംസാരിച്ചത്? അടുത്ത വാക്യം എന്താണ്? 4-ാമത്തെ വാക്യം. അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചത് കൊണ്ട്, 5-ാം വാക്യം, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെ കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന്റെ മകനായി ഇസഹാക്കിനോട് ആര് പറയുന്നു? ദൈവം പറയുകയാണ്, നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുന്നത് കൊണ്ടല്ല ഇസഹാക്കെ, നിന്റെ അപ്പൻ എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചത് കൊണ്ട് നിനക്ക് നിന്റെ സന്തതികൾക്കും വിടുതലുണ്ട്. അതായത് ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കാൻ മനുഷ്യരായ നമുക്ക് കഴിയില്ല. എന്നാൽ കർത്താവായ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ സകലത് നിവർത്തിയായി എന്ന് പറഞ്ഞ് നമ്മൾ അനുസരിക്കേണ്ട കൽപ്പനകൾ നമുക്ക് പകരം അനുസരിച്ച്, നമ്മൾ അനുഭവിക്കേണ്ട വേദനകൾ നമുക്ക് പകരം അനുഭവിച്ച്, നാം തൂങ്ങേണ്ടിടത്ത് അവൻ തൂങ്ങപ്പെട്ടവനായി, നാം നിന്ദിക്കപ്പെടേണ്ടിടത്ത് അവൻ നിന്ദിക്കപ്പെടേണ്ടവനായി, നാം തല താഴ്ത്തി നിൽക്കേണ്ടിടത്ത് രോമം കത്തിരിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്നുകൊടുത്തു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് നമ്മൾ നിമിത്തം അവൻ ദരിദ്രനായി. ഈ വചനങ്ങൾ അറിയാവുന്നവർക്കറിയാം, യേശു എനിക്ക് വേണ്ടി എല്ലാം നിവർത്തിയാക്കിയത് കൊണ്ട് ഇനി എൻ്റെ അനുഗ്രഹത്തിന് യാതൊരു മുടക്കവുമില്ല. കൈകൾ അടിച്ചുകൊണ്ട് യേശുവിനെ ആരാധിച്ചേ. 4-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, 4-ാം വാക്യത്തിൽ പറയുകയാണ്, അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചത് കൊണ്ട്. യേശുവിനെ കൈക്കൊണ്ടൊരു ദൈവ പൈതലാകുന്ന ഒരു ദൈവ പൈതൽ അറിയണം, നാം അനുസരിച്ചത് കൊണ്ടല്ല, ദൈവത്തിന്റെ പുത്രനായ യേശു പൂർണ്ണമായും ദൈവത്തിന്റെ കൽപ്പനകൾ ഈ ഭൂമിയിൽ വന്ന് അനുസരിച്ച് സകലത് നിവർത്തിയാക്കിയത് കൊണ്ട് നമ്മൾ അവനിൽ വിശ്വസിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മിലേക്ക് ഒഴുകണം. വിശ്വസിക്കുമ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, വിശ്വാസം. ദൈവപുത്രനിൽ വിശ്വാസം അർപ്പിക്കണം. അതായത് യേശു എനിക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്, യേശു എനിക്ക് വേണ്ടിയാണ് മരത്തിൽ തൂക്കപ്പെട്ടത്, യേശു എനിക്ക് വേണ്ടിയാണ് ശാപഗ്രസ്തനായത്, യേശു എനിക്ക് വേണ്ടിയാണ് അടികൾ കൊണ്ടത്. അതുകൊണ്ട് അവൻ്റെ അടിപ്പിണരുകളാൽ എൻ്റെ സൗഖ്യം എനിക്ക് ഉറപ്പാണ്. അത് എത്ര വലിയ രോഗമാണെങ്കിലും എൻ്റെ സൗഖ്യം എനിക്ക് ഉറപ്പാണ്. യേശു സഹിച്ചത് മുഴുവനും എനിക്കാണ് എന്ന് വിശ്വസിക്കുമ്പോൾ യേശുവിലൂടെയുള്ള സൗഖ്യത്തിന്റെ നദി, വിടുതലിന്റെ നദി നമ്മിലേക്ക് പാഞ്ഞൊഴുകുവാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. യേശുവേ, ഞാനത് വിശ്വസിക്കുന്നു. എല്ലാവരും കൈകൾ ഉയർത്തി പറ, യേശുവേ, അങ്ങയുടെ പദ്ധതികളെ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ദൈവം
സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്ന് നമുക്ക് പകരം എല്ലാ കാര്യങ്ങളും നിവർത്തിയാക്കി. നമുക്കൊരിക്കലും നിവർത്തിയാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ യേശു ക്രൂശിൽ നിവർത്തിയാക്കി. എല്ലാവരും ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ക്രൂശിൽ അവൻ കൽപ്പനകളെ നിവർത്തിയാക്കി. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, ന്യായപ്രമാണം ഒരാൾ മുഴുവൻ അനുസരിച്ചാലും ഒന്നിൽ തെറ്റിയാൽ, ബാക്കി പറ, സകലത്തിലും കുറ്റക്കാരനാകും. നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാൻ കഴിയില്ല. ജഡത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അവന് പലതിനെയും ജയിക്കാൻ കഴിവില്ലായ്മകളുണ്ട്. കൽപ്പനയുമായിട്ട് വന്ന മോശ തന്നെ വരുന്ന വഴിക്ക് തല്ലി പൊട്ടിച്ചു കളഞ്ഞു. മോശമായ കാര്യം ചെയ്തെങ്കിൽ നമ്മുടെ കാര്യം എന്താ? കൽപ്പനയുമായിട്ട് ദൈവ തേജസ്സിൽ നിന്ന് വന്ന ഭൂതലത്തിലുള്ള ഏറ്റവും സൗമ്യനായ മോശയ്ക്ക് ഇത്രയും കോപം ഉണ്ടായി, ദൈവവചനം വരെ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞെങ്കിൽ നമ്മുടെ കാര്യം, നമ്മൾക്ക് പെട്ടെന്ന് തെറ്റുകൾ പറ്റാം. യാക്കോബിന്റെ ലേഖനം 2:10, ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനാകുന്നു. അപ്പോൾ ഒന്നിൽ തെറ്റിയാൽ ആന്റിബയോട്ടിക് പോലെയാണ്. ഒരു നേരം മുടങ്ങിയ പിന്നെ ഒന്നേന്ന് തുടങ്ങണം. അങ്ങനെ ഈ ന്യായപ്രമാണം വന്ന ശേഷം ഇതനുസരിക്കാൻ നോക്കി എല്ലാവരും തോറ്റുപോയി. പുരോഹിതന്മാരും പ്രവാചകന്മാരും എല്ലാം തോറ്റു. ദൈവം വെച്ച സമാഗമന കൂടാരത്തിൽ കാഴ്ചയപ്പത്തിന്റെ മേശകളിൽ ഛർദി കൊണ്ട് നിറഞ്ഞെന്ന്. കാരണം പുരോഹിതനും പ്രവാചകനും എല്ലാം മദ്യപിച്ച് ദേവാലയം പോലും പാപത്തിൽ നിറഞ്ഞു. മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കുന്ന ദേവാലയത്തിലുള്ളവർ പോലും പാപികളായി മാറി. പിന്നീട് പഴയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണ് ഏത്? മലാക്കി. മലാക്കിക്ക് ശേഷം 400 വർഷം ദൈവം ആരോടും മിണ്ടുന്നില്ല. നിശബ്ദമായ കാലം, ഇരുണ്ട കാലം എന്നറിയപ്പെടും. എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പനകൾ ആരും അനുസരിച്ചില്ല, ആർക്കും അനുസരിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോയ സമയത്താണ് യേശു ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഒരു സാധ്യതയുമില്ലാത്ത ഏറ്റവും ഇരുട്ടുള്ളിടത്ത് ഒരു വലിയ വെളിച്ചം ഉദിച്ചു എന്ന് നാം വായിക്കുന്നു. അതായത് മനുഷ്യൻ പരാജയപ്പെട്ടപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി വന്ന് മനുഷ്യന് പകരം സകലതും അനുസരിച്ച്, എന്നിട്ട് ഒറ്റ വാക്ക് പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചെന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ അടികൾ കൊണ്ടതെന്നും എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് പൂർണ്ണ വിജയമുണ്ടെന്നും നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എല്ലാവരും ഒന്ന് പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. അപ്പോൾ ഈ ഒരു വിശ്വാസമാണ് നമ്മെ ബലമുള്ളവരാക്കുന്നത്. വിശ്വസിക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയൊരു കൃപയാണ്. എഫേസ്യ ലേഖനം പറയുന്നു, കഴിവ് കൊണ്ട് വിശ്വസിക്കാൻ കഴിയില്ല, പരിശ്രമം കൊണ്ട് വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? കൃപയാലല്ലോ. എഫേസ്യ ലേഖനം 2:8. കൃപയാലല്ലോ. നമുക്കൊരിക്കലും ഇത്ര വലിയ വിശ്വാസത്തെ പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവം നമുക്ക് എന്ത് തന്നു? കൃപ ലഭിച്ചവരാണ്. നമുക്കിത് പിടിക്കാൻ കഴിയില്ല. ഈ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ജയകരമായ ഒരു ജീവിതം നയിക്കാം. എന്നാൽ ഈ വിശ്വാസത്തെ നമുക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാനോ അധ്വാനിച്ച് സ്വന്തമാക്കാനോ കഴിയാത്തത് കൊണ്ട് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം വിശ്വാസമെന്ന കൃപ നമുക്ക് തന്നു. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറ, ദൈവം വിശ്വാസമെന്ന കൃപ തന്നു. ഈ സത്യം അറിയണം, ദൈവം നമുക്ക് തന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആയിരങ്ങൾ വചനം കേട്ടു. ടെലിവിഷനിലൂടെ, യൂട്യൂബിലൂടെ, കൺവെൻഷനിലൂടെ, ക്രൂസൈഡിലൂടെ ആയിരങ്ങൾ വചനം കേട്ടിട്ട് ആയിരങ്ങൾക്ക് അത് കൃപയായി തീർന്നില്ല. ചിലരതിനെ വിമർശിച്ചു.
ചിലർ ഇതിന് എതിരായിട്ട് സംസാരിക്കുന്നു. എന്താണ്? അവർ മോശക്കാരായിട്ടല്ല, അവർക്ക് കൃപ ലഭിച്ചില്ല. കൃപ ലഭിച്ചവരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. കൃപ ലഭിച്ചവർക്ക് ഒരു സഭായോഗം മുടക്കാൻ കഴിയില്ല. കൃപ ലഭിച്ചവർക്ക് സ്തോത്രം പാടാതിരിക്കാൻ കഴിയില്ല. അതിനുള്ള കൃപ ലഭിച്ചവരാണ്. അതുകൊണ്ടാണ് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് പിതാവേ ഈ ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. യേശു പറയുകയാണ്, പിതാവേ ജ്ഞാനികളായി എത്രയോ പേരുണ്ട്, വിവേകികളായി എത്രയോ പേരുണ്ട്, അവർക്കെല്ലാം ഇത് മറഞ്ഞിരിക്കുമ്പോൾ ഈ ശിശുക്കൾക്ക് ഇത് വെളിപ്പെട്ടല്ലോ. അതിന് നമ്മൾ കൈയടിച്ച് യേശുവിന് നന്ദി പറയണം. കർത്താവേ എനിക്കിത് വെളിപ്പെട്ടതിനായി സ്തോത്രം. വിശ്വാസം, എല്ലാവരും ഒന്ന് പറഞ്ഞ വിശ്വാസം കൃപയാൽ ലഭിച്ചതാണ്. അത് ദാനമാണല്ലേ, ദാനം കിട്ടിയതാണ്. ദാനം കിട്ടിയത് കൊണ്ട് ഒത്തിരി ദൈവത്തോട് നന്ദി പറയണം. കർത്താവേ എൻ്റെ കുടുംബത്തിൽ ആരും വിശ്വാസത്തിലില്ലാത്തപ്പോൾ, എൻ്റെ കുടുംബത്തിൽ പലർക്ക് ഈ വായിച്ചിട്ട് മനസ്സിലാകാതിരിക്കുമ്പോൾ, എനിക്കിത് വായിച്ചപ്പോൾ സ്നാനം ശരിയാണെന്ന് മനസ്സിലായി. കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള സത്യമാണെന്ന് മനസ്സിലായി. ഇങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലായി. മാത്രമല്ല വായിച്ചപ്പോൾ ഒരു സ്വർഗമുണ്ടെന്ന് മനസ്സിലായി. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലായി. ഇത് കളിയല്ലെന്ന് മനസ്സിലായി. ഇതൊരു അനുഗ്രഹമായല്ലോ. നന്ദി കർത്താവേ, എനിക്കിത് മനസ്സിലായല്ലോ. അതിൻ്റെ പേരാണ് ദാനം. എല്ലാവരും വായിച്ചപ്പോൾ അവർക്കിതൊന്നും മനസ്സിലായില്ല. ചിലർ വായിച്ചപ്പോൾ അവർക്ക് ഉറക്കം വന്നു, ചിലർ വായിച്ചപ്പോൾ അവർക്ക് ബോറടിയായി. നമുക്ക് വായിച്ചപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. കർത്താവേ നീ എനിക്കിത് വെളിപ്പെടുത്തിയല്ലോ. ദൈവമേ ഈ സത്യത്തിലേക്ക് വരുവാൻ എനിക്ക് കൃപ തന്നതിനായി നന്ദി. ജ്ഞാനികൾക്കും വിവേകികൾക്കും മത്തായി 11:25 ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക്, വെറും മീൻപിടുത്തക്കാരായ പഠിപ്പില്ലാത്ത കഴിവില്ലാത്ത പാവങ്ങൾക്ക് ദൈവം ഇത് തുറന്നു കൊടുത്തു. ആ കാലത്ത് എത്രയോ ജ്ഞാനികളുണ്ടായി, ശാസ്ത്രിമാരുണ്ടായിരുന്നു, ബൈബിള് കാണാതെ അറിയാവുന്നവരുണ്ട്. അവർക്കിത് മനസ്സിലായില്ല. എന്നാൽ ബൈബിളിലെ കാര്യങ്ങളൊന്നും അറിയാത്ത കുറെ പാവങ്ങൾക്ക് ഇത് ദൈവം വെളിപ്പെടുത്തി. അപ്പോൾ ദൈവം വെളിപ്പെടുത്തിയവരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പദ്ധതിയുള്ളവരെയെല്ലാം ദൈവം അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം പറിച്ചെടുത്ത് ഒരു കുടുംബമായി, സഭയായി ഇന്ന് നമ്മളെ ഒരുമിച്ചിരുത്തിയതിനായി കൈകടിച്ച് കർത്താവിന് നന്ദി പറയണം. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു. അപ്പോൾ നമ്മുടെ വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയ വിശ്വാസമല്ല. ഈ വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് ദാനം കിട്ടിയതിൽ എന്ന് നന്ദി പറയണം. എന്തുകൊണ്ട് നാം ദൈവത്തിനെ സ്തുതിക്കണം? കർത്താവേ ഈ വചനം എത്രയോ ആയിരങ്ങൾ കേട്ടു, എനിക്ക് ഇത് ഗ്രഹിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് നല്ല നിലത്ത് വീണതോ ഗ്രഹിച്ചവരാണ് 100 മേനി വിളവുള്ളവരായി മാറി. വഴിയറമ്പത്ത് വീണതോ വചനം കേട്ടിട്ട് ഗ്രഹിക്കായികയാൽ ദുഷ്ടൻ വന്ന് അവരിൽ നിന്ന് ആ വചനം എടുത്തു കളഞ്ഞെന്ന്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന പലരുടെ ഉള്ളിൽ നിന്ന് സ്നാനമെന്ന വചനം എടുത്തു കളഞ്ഞില്ല, പരിശുദ്ധാത്മാവെന്ന വചനം എടുത്തു കളഞ്ഞില്ല, നിത്യതയെന്ന വചനം എടുത്തു കളയാൻ പിശാചിന് കഴിഞ്ഞില്ല. അത് 100 മേനി വിളവുണ്ടായി. അങ്ങനെയുള്ളവരിവിടെയുണ്ട്. അങ്ങനെയുള്ളവരെ ലോകം മുഴുവനും വിചാരിച്ചാലും വിശ്വാസത്തിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മൾ പറയും, അയ്യോ ആ സഹോദരിയെ ഒന്ന് നിലനിർത്തണം, ആ സഹോദരനെ നിലനിർത്തണം. എനിക്ക് തോന്നുന്നു ഒരു 10 ലക്ഷം കൊടുത്താൽ ആ സഹോദരൻ ചിലപ്പോൾ വിശ്വാസത്തിൽ നിലനിന്നാലോ? ഇല്ല. ആ കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുത്താൽ ചിലപ്പോൾ അവർ വിശ്വാസത്തിൽ നിലനിൽക്കുമോ? ഇല്ല. വീടേ പടി അവർ പോകും, മൂടോടെ പറഞ്ഞു പോകും. അപ്പൊ പലരെയും വിശ്വാസത്തിൽ നിലനിർത്താൻ നമ്മൾ കുറെ പരിപാടി ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കും. ഇല്ല, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എൻ്റെ നീതിമാൻ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. എങ്ങനെ? ഹബക്കൂക്ക് പറഞ്ഞതുപോലെ. എന്താണ്? 3:18 മുതൽ അത്തിവൃക്ഷം തളിർത്തില്ലെങ്കിലും, ഗോശാലകൾ കന്നുകാലിയില്ലെങ്കിലും, മുന്തിരി അതിൻ്റെ ഫലം തന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോയാലും. 3:17 മുതൽ അല്ലേ? 18ാമത്തെ വാക്യം. 3:18. എങ്കിലും ഇതൊന്നും എനിക്ക് വിഷയമല്ല. വേറൊരു കൂട്ടരുണ്ട്, ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ ആട്ടിൻകൂട്ടം പെരുകുമെന്നും
മുന്തിരിയിൽ നിറയെ പഴങ്ങൾ ഉണ്ടാകുമെന്നും കൃഷി നല്ല ഫലമാകുമെന്നും ബിസിനസ്സിൽ വലിയ പുരോഗതി ഉണ്ടാകുമെന്നും ഒക്കെ വിചാരിച്ച ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ചതൊന്നും നടന്നില്ല, ഞങ്ങൾ പോവുകയാണ്. അതിൻ്റെ അർത്ഥം കൃപ ലഭിച്ചവരല്ല. വേറൊരു കൂട്ടരുണ്ട്, വിശ്വാസം ലഭിച്ചവരുണ്ട്, ദൈവത്തിൻ്റെ ദാനമായ വിശ്വാസം ലഭിച്ചവർ. അവർ ഈ കാര്യം പറയും, എല്ലാം പോയാലും എങ്കിലും ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. എൻ്റെ വിശ്വാസത്തിൻ്റെ ആധാരം എൻ്റെ വരുമാനമോ എൻ്റെ ജീവിതത്തിലെ ഭൗതിക ലോകത്തിലെ വിടുതലല്ല, എനിക്കൊരു നിത്യജീവൻ ലഭിച്ചവരാണ്. ഞാൻ നിത്യജീവൻ ലഭിച്ച വ്യക്തിയാണ്. ഈ ലോകത്തിൽ ഞാൻ ചവിട്ടി നിൽക്കുന്ന ആ കല്ല് വരെ എൻ്റെ കീഴേ നിന്ന് പോയാലും ഞാൻ പേടിക്കില്ല. ഞാൻ നിൽക്കുന്നത് യേശുവിലാണ്. അതുകൊണ്ട് പണം കൊടുത്തും സഹായിച്ചും ആരെയും വിശ്വാസത്തിൽ നിർത്താൻ കഴിയില്ല. പാസ്റ്റർ ഇതെങ്ങനെ മനസ്സിലായി? ഇത് കുറെ ചെയ്ത് പൊട്ടിയ ആളാണ് ഞാൻ. 8 നില പൊട്ടിയതാണ്. അങ്ങനെ പലരെയും സഹായിച്ച് വിശ്വാസത്തിൽ നിലനിർത്താൻ നോക്കിയപ്പോൾ പരാജയപ്പെട്ടവനാണ് ഞാൻ. അതായത് ഒരുവനിൽ വിശ്വാസം വന്നാൽ അവൻ നിലനിൽക്കും. നിലനിൽക്കുന്നത് പണത്തിലല്ല, നിലനിൽക്കുന്നത് ഒരു ജോലി കിട്ടുമ്പോഴല്ല. ഇതൊന്നുമില്ലെങ്കിലും ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ആഘോഷിക്കും. ഒന്നും കണ്ടില്ലെങ്കിലും. ഇതിൻ്റെ പേരാണ് വിശ്വാസം. വിശ്വാസമുള്ള ഒരു വ്യക്തി പിന്മാറിപ്പോകില്ല. ലോകം മുഴുവനും വലിച്ചു കൊണ്ടുപോയാലും പിന്മാറിപ്പോകില്ല. അതുകൊണ്ടാണ് യേശു ചിലരോട് ചോദിച്ചത്, നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടോ? അതിന് പത്രോസ് പറയും, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. ഞങ്ങളെല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചത് നിത്യജീവന്റെ മൊഴിയുള്ളത് കൊണ്ടാണ്. ഞങ്ങൾ എങ്ങും പോകുന്നില്ല. ഒത്തിരി പേര് യേശുവിനെ വിട്ട് പോയപ്പോൾ പത്രോസ് ഒന്നും പോയില്ല. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ അത്ഭുതങ്ങളായി അവരെ ദൈവം മാറ്റിയില്ലേ? ഹല്ലേലൂയ! ഇതുപോലെ നമുക്ക് പിന്മാറാൻ കഴിയില്ല. അതിൻ്റെ പേരാണ് വിശ്വാസം. നിത്യജീവൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നിത്യജീവൻ. അകത്ത് കയറിയ ഒരാൾക്ക് വീട്, കാറ്, കൂട് ഇതെല്ലാം പോയാലും അവൻ നിലനിൽക്കും. നഷ്ടപ്പെട്ടതിന് പകരം പച്ചപ്പുഴുവും തുള്ളനും വിട്ടിലും വെട്ടുക്കിളിയും കുത്തിക്കളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം എല്ലാം അടക്കി തരുന്ന ഒരു ദൈവം. ആ ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഒരിക്കലും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു അമ്മിച്ച് പറഞ്ഞു, ശരിയാണ്, പ്രതികൂലം 6ആണ്. ദൈവം അനുകൂലമായപ്പോൾ പ്രതികൂലം 6. പ്രതികൂലം 6 അല്ല 60 ആയാലും നീ അതിൽ നിന്ന് പുറത്തു വരും. ദൈവം നിന്റെ കൂടെയുണ്ടോ? ഇന്നത്തെ എല്ലാ അവസ്ഥയിൽ നിന്നും. പലരും പിന്മാറിപ്പോയതുപോലെ നമുക്കും പോകാമായിരുന്നില്ലേ? എന്തെല്ലാം വിഷയങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിൽ നിന്ന്, ഈ ആലപ്പുഴയിൽ നിന്ന് 1000 വട്ടം പോകാൻ ആഗ്രഹിച്ചതാണ്. കാരണം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ. എന്നിട്ടും പോകാൻ അനുവദിക്കാതെ ഇവിടെ തന്നെ നിർത്തിയ ദൈവം അത്ര നല്ലവനാണ്. ഹല്ലേലൂയ! കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിക്കാരി എന്നോട് പറഞ്ഞു, ആദ്യമായിട്ടാണ്, എല്ലാവരും ആലപ്പുഴയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നല്ലേ എറണാകുളത്തോട്ടാണ് പോകുന്നത്, എറണാകുളത്തുനിന്ന് ഒരാൾ ആലപ്പുഴയിൽ വന്ന് പാർക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നെ കണ്ടിട്ട്. കാരണം എന്താണ്? ദൈവം അനുകൂലമാണെങ്കിൽ എവിടെ പാർത്താലും ഒരുപോലെയാണ്. അത് ഗരാറിൽ പാർത്താലും അത് മിസ്രൈമിൽ പാർത്താലും എവിടെ പാർത്താലും ദൈവം കൂടെയുണ്ടോ? നീ പാർക്കുന്നിടത്ത് നിന്റെ കൂടെ കർത്താവുണ്ടോ? നീയാണ് ഭൂരിപക്ഷം. നിനക്ക് എല്ലാവരും ഉണ്ട്. ബന്ധുക്കളുണ്ട്, കൊച്ചപ്പനുണ്ട്, ചിറ്റമ്മയുണ്ട്, പിന്നെ ആരാണ്, പേരമ്മയുണ്ട്, പോരമ്മയുമുണ്ട്, എല്ലാവരുമുണ്ട്. എന്നാൽ ദൈവം മാത്രമില്ല. നീ ന്യൂനപക്ഷമാണ്. ഈ ലോകം മുഴുവൻ നിന്റെ കൂടെ നിന്നാലും കർത്താവില്ലെങ്കിൽ നിനക്കൊന്നുമില്ല. ലോകം മുഴുവനും നിനക്കെതിരാണ്, സാഹചര്യം മുഴുവൻ നിനക്കെതിരാണ്. എന്നാൽ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ ഇതാണ് രക്ഷയുടെ സന്തോഷം. എല്ലാം പോയാലും ഞാൻ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ആനന്ദിക്കും. ഹബക്കൂക്ക് 3:19 ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും. എനിക്ക് ബൈബിളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. എനിക്ക് ഏറ്റവും ബലപ്പെടുത്തുന്ന, എന്നെ എപ്പോഴും ബലപ്പെടുത്തുന്നത് ഇത് എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളോർക്ക് പാസ്റ്റർ കഴിഞ്ഞ ഏതോ ഒരു ദിവസം പറഞ്ഞല്ലേ ഉള്ളൂ, വേറെ വാക്യമൊന്നുമില്ലേ, ഇതേ ഉള്ളൂ.
യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. അവൻ എൻ്റെ കാൽ മാൻ പേട കാല് പോലെ, പേടമാന്റെ കാൽ പോലെയാക്കുന്നു. ഉന്നതികളിൽ എന്നെ നടക്കുമാറാക്കുന്നു. എന്നിട്ടത് സംഗീത പ്രമാണിക്ക് എഴുതി തന്ത്രിനാഥത്തോടെ കൊടുത്ത് അദ്ദേഹം ഒരു CD ആക്കി, കാസറ്റ് ആക്കി, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ആര്? ഹബക്കൂക്ക്. മനസ്സിലായോ? അതൊരു പാട്ടാക്കി. എല്ലാം പോയാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അതാണ് ഹബക്കൂക്കിന്റെ പാട്ട്. എല്ലാം എൻ്റെ കാൽ ചുവട്ടിലുള്ള മണ്ണ് മുഴുവനും പോയാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. മാത്രമല്ല, ഞാൻ ഉയരങ്ങളിലൂടെ പറക്കാൻ തുടങ്ങും. എൻ്റെ കാലുകളെ പേടമാന്റെ കാല് പോലെ തുള്ളിച്ചാടുമാറാക്കും. ഞാൻ ഒന്നിലും കുറഞ്ഞു പോകില്ല. ഇതിൻ്റെ പേരാണ് കൃപയാലുള്ള വിശ്വാസം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കൃപയാലുള്ള വിശ്വാസം. എല്ലാം പോകട്ടെ എന്നേ, കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാം 100 മേനിയായിട്ട് വരും. അപ്പോൾ ഇസഹാക്കിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നത്, ദൈവം ഇസഹാക്കിനോട് പറയുന്നത്, നിന്റെ അപ്പൻ കൽപ്പനകൾ അനുസരിച്ചത് കൊണ്ട് ഞാൻ നിന്നെയും നിന്റെ സന്തതിയെ മാനിക്കും. ഇതുപോലെ നമ്മുടെ അപ്പൻ യേശു കൽപ്പനകൾ കാൽവരി ക്രൂശിൽ അനുസരിച്ചത് കൊണ്ട് നാം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. യേശു നിമിത്തമാണ് എൻ്റെ അനുഗ്രഹം. എത്ര പേര് അതിന് ആമേൻ പറയും? പോരാ, കൈകൾ അടിച്ചുകൊണ്ട് അതിനെ സ്വീകരിച്ച്. ഹല്ലേലൂയ. അപ്പോൾ 1 വിശ്വസിക്കുക, 2 എന്താണ്? വിതയ്ക്കുക. വിശ്വസിക്കുന്നവൻ വിതയ്ക്കണം. സങ്കീർത്തനങ്ങൾ 126 5-ാം വാക്യം, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞ് വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തുകൊണ്ടുവരുന്നു. ഈ വർഷം ആരംഭത്തിൽ നിങ്ങളൊന്ന് വിതയ്ക്കാമോ? നിങ്ങളുടെ സമയം ബൈബിൾ വായനയ്ക്കും പ്രാർത്ഥനയ്ക്കും ദൈവവചനം പഠിക്കാനായിട്ട് കുറച്ച് വിതയ്ക്കാമോ? മനസ്സിനകത്ത് ആ മുള്ളെല്ലാം തൊട്ടാവാടി പറിച്ചു കളഞ്ഞിട്ട് മുഴുവൻ വചനം കൊണ്ടൊന്ന് വിതയ്ക്കാമോ? ഈ വർഷത്തിൻ്റെ ഒടുവിൽ ഹബക്കൂക്ക് പാടിയത് പാട്ട് നമുക്കും പാടാൻ പറ്റും. എന്താണ്? ഉന്നതികളിൽ, ഉയരങ്ങളിൽ, മാന്യതകളിൽ വലിയ സാക്ഷ്യങ്ങളോടുകൂടി നാം എഴുന്നേക്കാൻ പോവുകയാണ്. ഈ വർഷത്തിൻ്റെ ഒടുവിൽ അത് സംഭവിക്കണമെങ്കിൽ കണ്ണുനീരോടെ, ഇത്തിരി വിലയാണ്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പരിശീലിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ യേശു ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. നമ്മുടെ സങ്കടങ്ങളെല്ലാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കർത്താവെ തന്നേ മതിയാവും, എന്നെ വിടുവിച്ചേ മതിയാവും, എനിക്കത് കണ്ടേ മതിയാവും. കരയണം. എബ്രായ ലേഖനം 5:7 യേശു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പ്രാർത്ഥനാ സമയത്ത് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കരയുന്ന എത്ര പേരുണ്ടെന്ന് കാണട്ടെ. ഈ വശത്ത് 1 2 3, ഈ വശത്ത് മൊത്തം കരച്ചില്ല. നാണമില്ല കരയൻ? നീ എന്തിട്ട് കരച്ചില്ലാടി കരയണ? എഴുന്നേറ്റ് പോടി. അയ്യേ കരയുന്നു. നമ്മൾ ലോകത്തിലല്ല കരയുന്നത്. ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മളൊരു കുഞ്ഞാണ്, ഒരു മോളാണ്, ഒരു മോനാണ്. നമ്മുടെ അപ്പൻ എല്ലാം ചെയ്തു തരുന്ന ഒരു കർത്താവാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞില്ലേ കർത്താവെ? അങ്ങനെ പറഞ്ഞില്ലേ കർത്താവ്? എനിക്കിത് നടക്കണം. ഈ 24 മണിക്കൂറിനുള്ളിൽ എനിക്കിത് കാണണം. എനിക്കിത് കണ്ടേ മതിയാവും. കർത്താവെ എനിക്കിത് നൽകി തന്നേ മതിയാവും. വ്യാഴാഴ്ചയാണോ ഞാനൊരു അനുഭവം, ഒരു ദൈവദാസന്റെ അനുഭവം പറഞ്ഞു. അതായത് ഒരു 2 സഹോദരിമാർ ഒരു പാസ്റ്ററോട്, എവിടെയാണ്, മംഗലാപുരത്ത് വെച്ച് കണ്ണുനീരോടെ
അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അപ്പനും അമ്മയില്ല പാസ്റ്റർ, ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഇളയ ഒരു ആങ്ങളെയാണ്, അവൻ മുഴുക്കുടിയനാണ്. ഞങ്ങൾക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ കണ്ടാൽ അവൻ വഴി കിടക്കും, മുഴുക്കുടിയനാണ് അവൻ. ഞങ്ങൾക്കാരുമില്ല. ഏങ്ങലടിച്ച് കരഞ്ഞപ്പോൾ ഈ പാസ്റ്ററും ഭാര്യയും കണ്ടു നിൽക്കാതെ ഏങ്ങലടിച്ച് കരഞ്ഞു. മണിക്കൂറുകൾ ഈ സഹോദരിമാരുടെ കൂടെ ഇരുന്ന് അങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് പകലാണ്. അന്ന് വൈകിയില്ല. അന്ന് വൈകിട്ട് ഈ ചെറുപ്പക്കാരൻ ബാറിനകത്തോട് കയറി കള്ളുകുപ്പിന്ന് കള്ള് ഒഴിച്ച് അത് കുടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്വരം കേൾക്കുകയാണ്, വിക്ടർ വേഗം എഴുന്നേറ്റ് ഇന്ന സഭയിലേക്ക് പോ. അദ്ദേഹം അനങ്ങിയില്ല. വീണ്ടും കുപ്പിയെടുത്തു. വിക്ടർ, നിന്നോടാ പറയുന്നത്. അദ്ദേഹം ചുറ്റും നോക്കി. എൻ്റെ പേരറിയാവുന്ന ആരാ ഉള്ളേ? അടുത്തത് ഒരു പ്രാവശ്യം കൂടി, വിക്ടർ നിന്നോടാണ് ഞാൻ പറയുന്നത്, ഉടനെ ആ പള്ളിയിലോട്ട് പോ. പേടിച്ച് വിറച്ച സ്വരം കേട്ടിട്ട് ഓടി. അന്ന് വൈകിട്ട് തന്നെ നേരെ ആ പള്ളി വരെയും കർത്താവ് പറഞ്ഞു. നേരെ സംസാരിച്ചതാണ്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത്? അങ്ങനെ തന്നെ നേരെ പള്ളിയിൽ ചെന്നപ്പോൾ സഭയിലെ പാസ്റ്ററിന്റെ പ്രസംഗം, നീ ഒരു പാപിയായ മനുഷ്യനാണ്, ദൈവം നിന്നെ മദ്യപാനത്തിൽ വിടുവിക്കും. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രം മാത്രമാണ് അദ്ദേഹം പറയുന്നത്. നേരെ ഫ്രണ്ടിലോട്ട് വന്നു. ഇടത്തും വലത്തും ആരാണെന്ന് നോക്കിയില്ല. മുട്ടുകുത്തി രക്ഷിക്കപ്പെട്ടു. ഇന്ന് കർത്താവിൻ്റെ വേലയിലാണ്. കണ്ണുനീരോട് പ്രാർത്ഥിച്ച് ആമേ ഇങ്ങനെ പോകുന്നതല്ല, ഉറച്ച നിലവിളി, കിട്ടിയേ മതിയാവും. കർത്താവേ, ഞങ്ങൾക്ക് കണ്ണുനീരോടെ ഞങ്ങൾ വിതയ്ക്കുകയാണ്. വിതച്ചാൽ എങ്ങനെ വിതയ്ക്കണം? കണ്ണുനീരോടെ. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം. 5 മണിക്കൂർ പ്രാർത്ഥിച്ചോ 10 മണിക്കൂർ പ്രാർത്ഥിച്ചോ എന്നുള്ളതല്ല, 1 മിനിറ്റ് പ്രാർത്ഥിച്ചാലും കരഞ്ഞ്, കർത്താവേ, അതൊരു വിശ്വാസത്തിന്റെ ചുവടാണ്. യേശു കരഞ്ഞെങ്കിൽ, ദാവീദ് പറയണം, ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. കാര്യങ്ങൾ പറഞ്ഞ് ദാവീദ് എന്ത് ചെയ്യുമായിരുന്നു? കരയുമായിരുന്നു. അതുകൊണ്ട് ദൈവം ദാവീദിനെ കുറിച്ച് പറയാണ്, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവർ കരയണം. ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ സമയത്ത് ഞാൻ കരഞ്ഞെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. പ്രാർത്ഥനാ മുറിയിൽ ചിലപ്പോൾ കരയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് ചില സമയത്ത് കരയാൻ പറ്റത്തില്ല. ചില സമയത്ത് അങ്ങോട്ട് കരച്ചിൽ വന്നാൽ അതിൻ്റെ അർത്ഥം അവിടെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നതാണ്. ഞാൻ നിങ്ങളോടൊരു മർമ്മം പറയുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ ഏകാഗ്രമായിട്ടിരുന്ന് ഒറ്റക്കിരുന്ന് കരഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കുന്നത് മറുപടി ഉറപ്പായി പ്രാപിച്ചുകൊണ്ട് എഴുന്നേൽക്കും. കണ്ണുനീരോടെ ഈ വർഷം ദൈവമക്കൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ കരച്ചിൽ ലോകത്തിൻ്റെ മുമ്പിൽ കരയാനുള്ളതല്ല. അവരുടെയും ഇവരോട് കാര്യം പറഞ്ഞ്, അപ്പുറത്തെ വീട്ടിലെ ആ കുടുംബത്തോട് കാര്യം പറഞ്ഞ് കരയാനും, ബന്ധുക്കളോട് കാര്യം പറഞ്ഞ് കരയാനും, ഫോണിൽ കൂടി ചിലരോട് കാര്യം പറഞ്ഞ് കരയാനും, എൻ്റെ മുമ്പിൽ വന്ന് കരയാനും, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കരയാനും, ഇതെല്ലാം രണ്ടാമത്തെ കാര്യമാണ്. എന്നാൽ ഒന്നാമത് കരയേണ്ട സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നമ്മൾ കരയാറില്ല. ദൈവസന്നിധിയിൽ കരയണം. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവസന്നിധിയിൽ കരയണം. കണ്ണുനീരോടെ വിതയ്ക്കണം. ഒരു പ്രാർത്ഥന അതാണ്. കണ്ണുനീരോടെ സുവിശേഷം വിതയ്ക്കണം. ഒരു വീട്ടിൽ ചെന്നാൽ കണ്ണുനീരോടെ അവരോട് സുവിശേഷം വിതയ്ക്കണം. അവരോട് പറയണം, യേശു ജീവിക്കുന്നു, യേശു നിന്റെ വീടിൻ്റെ അവസ്ഥ മാറ്റും. യോങ്കിച്ചോ എന്ന ദൈവദാസൻ ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായി മാറി. ക്ഷയരോഗിയായി 19-ാമത്തെ വയസ്സിൽ മരിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ട ചെറുപ്പക്കാരൻ്റെ അടുത്ത് കണ്ണുനീരോടെ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സുവിശേഷം പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? കണ്ണുനീരോടെ വിതച്ചു. ആ സ്ത്രീ ഒരാളെ നേടിയുള്ളൂ, യോങ്കിച്ചോ ലോകത്തിലെ എത്രയോ ലക്ഷങ്ങളെ നേടി. നാം കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യുമെന്നുള്ളതിൻ്റെ തെളിവുകൾ അതാണ്. ഒരു വീട്ടിൽ പോയി സുവിശേഷം പറഞ്ഞാൽ അത് കണ്ണുനീരോടെ വിതയ്ക്കണം. ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ പറയുന്നത്.
നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളോട് ഏറ്റവും ഗൗരവമായ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ മരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ രോഗിയായി മരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കടക്കണിയിൽ മരിക്കേണ്ട ആവശ്യമില്ല. യേശു നിങ്ങളെ രക്ഷിക്കും. യേശു നിങ്ങൾക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. നിങ്ങളുടെ കുടുംബം തകർന്നിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഭർത്താവ് മദ്യപാനത്തിൽ വരും, നിങ്ങളുടെ അവസ്ഥ മാറും എന്ന് കണ്ണുനീരോടെ നാം സുവിശേഷം അറിയിക്കണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ സുവിശേഷം അറിയിക്കണം. അവരെല്ലാം ആർപ്പോടെ കൊയ്തെടുക്കുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ അതിനുള്ള വലിയ ദൈവകൃപ നമുക്ക് തരട്ടെ. 1 വിശ്വസിക്കുക, 2 വിതയ്ക്കുക. ഇസഹാക്ക് ആണ്ടിൽ വിതച്ചു, അവന് 100 മേനി വിളവ് കിട്ടി. ദൈവം പറഞ്ഞിടത്ത് അവൻ വിതച്ചു. അവൻ വിതച്ചു, ആത്മാർത്ഥമായി വിതച്ചു. അവന് 100 മേനി വിളവ് കിട്ടി. വിശ്വസിക്കുക, വിതയ്ക്കുക, വിയർക്കുക. നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. ഈ വർഷം ഇസഹാക്ക് അബ്രഹാമിന്റെ സമ്പന്നനായ അബ്രഹാമിന്റെ മകനെന്ന് പറഞ്ഞിരുന്നില്ല. അവൻ കഠിനാധ്വാനം ചെയ്തു. കഠിനാധ്വാനിയായിരുന്നു. പാസ്റ്റർ എം എ വർഗീസ് പറയും, ജോലിയിൽ കഠിനാധ്വാനം ചെയ്യുന്നവർ കർത്താവിന്റെ വേലക്കിറങ്ങിയാൽ അവർ വിജയിക്കും. പാസ്റ്റർ ഒരു കഠിനാധ്വാനിയായിരുന്നു. PG വർഗീസ് അങ്കിള് പട്ടാളക്കാരനാണ്. ഇവരെല്ലാം കഠിനാധ്വാനികളാണ്. ഒരു ജോലിയിൽ ഏറ്റവും കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോയ ഒരു വ്യക്തി സുവിശേഷ വേലക്ക് ഇറങ്ങിയാൽ അവൻ കഠിനാധ്വാനം ചെയ്ത് ഉയർന്നു വരും. എന്നാൽ ഒരു മടിയൻ സുവിശേഷ വേലക്ക് ഇറങ്ങിയാൽ, മടിയൻ മുടിയന്റെ ചേട്ടനാണെന്നാണ് പാസ്റ്റർ എം എ വർഗീസ് പറഞ്ഞിട്ടുള്ളത്. മടിയനെ സുവിശേഷ വേലക്ക് കൊള്ളില്ല. കർത്താവിന്റെ വേലക്ക് ഒട്ടും കൊള്ളരാത്തൊരു വ്യക്തിയാണ് മടിയനായ വ്യക്തി. കഠിനാധ്വാനിയാണോ, നീ എവിടെ ഇട്ടാലും വിജയിക്കും. ഇസഹാക്ക് അവൻ വിയർക്കുന്നവനായിരുന്നു. വിയർക്കണം. മടിയന്മാർ എന്ന ഒരു പേര് നമുക്ക് വരുന്നത്. ഹാർഡ് വർക്കായിരിക്കും. നമ്മുടെ വീട് ഉയരണമെങ്കിലും നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പൻ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം നിന്ന് ചെയ്യണം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എനിക്കിവിടെ അറിയാം. അമ്മമാർ ജോലി ചെയ്യുമ്പോൾ പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് പുസ്തകം തുറന്നു വെച്ച് ഉറങ്ങുന്ന പരിപാടി ഇന്നത്തോടെ നിർത്തണം. അമ്മമാരുടെ ഒപ്പം നിൽക്കണം. ആ വീട്ടിലെ ജോലികളെല്ലാം തീരാൻ അവരെ സഹായിക്കണം. അങ്ങനെ ഒരു നല്ല കുടുംബം പണിയാൻ കഴിവുള്ള കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ വരണം. ചില അമ്മമാരുണ്ട്, മോളെ നീ അടുക്കളയിലോട്ട് വരരുത്, കാരണം ഈ സാമ്പാറിൻ്റെ മണം നിൻ്റെ മൂക്കിലടിച്ചാൽ നിൻ്റെ മൂക്കിനെ കേടായിരിക്കും. എൻ്റെ മോള് മാറി നിന്നോ, സാമ്പാറിൻ്റെ മണം അടിക്കരുത്. എനിക്കൊരൊറ്റ എണ്ണയുള്ള ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളു. നീ അടുക്കളയിലോട്ട് കയറരുത്, നീ ഗ്യാസ് കുറ്റി ഓൺ ചെയ്യരുത്. നീ ഒരു ഗ്യാസ് കുറ്റി പോലെ ആ മുറിയിൽ തന്നെ ഇരുന്നാൽ മതി. നീ ഓൺ ചെയ്യരുത്, കാരണം അത് ചിലപ്പോൾ തീ പിടിച്ചാലോ. എൻ്റെ മോള് ഗ്യാസ് കുറ്റി ഓൺ ചെയ്യരുത്. നീ ഒരു ഗ്യാസ് കുറ്റിയായിട്ട് ഒരു മുറിയിൽ തന്നെ ഇരുന്നോ. അതുകൊണ്ട് ചിലതിനെ ചീത്തയാക്കി കളയുന്ന മാതാപിതാക്കളുണ്ട്. കുഞ്ഞുങ്ങളെ കൊച്ചു പ്രായത്തിൽ തന്നെ കടയിൽ വിടുകയും പൈസ കൊടുത്ത് വിടുകയും കണക്കുകളെല്ലാം തിരിച്ച് എത്ര രൂപയായി, എത്രയായി, അത് എത്ര കൊടുത്തു, എത്ര ബാക്കി കിട്ടി, അങ്ങനെ സമൂഹമായിട്ട് ബന്ധപ്പെടാനും യാത്രകൾ ചെയ്യാനും ബസ് കയറി പോകാനും വരാനും. അയ്യോ എൻ്റെ മോള് റോഡ് ക്രോസ് ചെയ്യരുത്. കാരണം കഠിനാധ്വാനം അത് പിശാചാണ് കേട്ടോ. ഈ കുഞ്ഞിനെ ഒറ്റയ്ക്ക് നടക്കാനും ജോലി ചെയ്യാനും ഒരു 10-17 വയസ്സ് 18 വയസ്സിനുള്ളിൽ ഈ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കി മാറ്റണം. ഇങ്ങനെ താലോലിച്ച് +2 കഴിയുമ്പോൾ ഇതിനെ കൊണ്ടുവന്ന് എവിടെ, ഡൽഹിയിലോട്ട് വിട്ട്, അല്ലെങ്കിൽ ചൈനയിലോട്ട് വിട്ട്, അല്ലെങ്കിൽ ആഫ്രിക്കയിലോട്ട് വിട്ട്. ഇതിനൊന്നും അറിഞ്ഞൂടെ, ഗ്യാസ് ഓൺ ചെയ്യാൻ പോലും അറിഞ്ഞൂടെ, സ്വന്തമായിട്ട് പല്ല് പോലും തേച്ചിട്ടില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതിനെന്ത് ചെയ്യണം അറിയില്ല. അവിടുത്തെ ഭക്ഷണമോ, അമ്മ ഇതെല്ലാം വായിൽ വെച്ച് പഠിക്കാൻ നേരത്ത് മോൾ എഴുതുന്നു, അമ്മ ഉരുട്ടി അമ്മ തന്നെ ഉരുട്ടി ഇറക്കുന്നു, ബാക്കി അമ്മ കഴിച്ച് അമ്മ ഒരു ഗതിയായിരിക്കുന്നു. ഈ കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിടുന്നു. ഇതിന് പറക്കാൻ അറിയാമോ? ഒന്നും അറിയില്ല. ഇതിനെന്തെങ്കിലും ചെയ്യാനറിയാമോ? ഒന്നും അറിയില്ല.
അമ്മ കൊടുത്തു വിട്ട അച്ചാറും തീർന്നു, അമ്മ കൊടുത്തു വിട്ട വറുത്ത മീനും അച്ചാറും ഇതെല്ലാം അപ്പുറത്തെ കുട്ടികളെടുത്ത് തിന്നു. ഇതിനൊന്നും അറിഞ്ഞുകൂടാ. ഇത് പറയുകയാണെങ്കിൽ എനിക്ക് അവിടെ പഠിക്കാൻ പറ്റില്ല, ഞാൻ പോരുകയാണ്. എൻ്റെ പൊന്നുമോള് പോര്, ഒരു കുഴപ്പമില്ല, ഗ്യാസ് കുറ്റി പോലെ ഇവിടെ ഇരുന്നു. കഠിനാധ്വാനം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കഠിനാധ്വാനം ഇപ്പോഴേ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹാർഡ് വർക്ക് ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം. പഠനം ഒരു കഠിനാധ്വാനമാണ്. നന്നായിട്ട് അധ്വാനിക്കണം. നന്നായിട്ട് പഠനത്തിൽ അധ്വാനിക്കുന്ന കുഞ്ഞുങ്ങൾ ഉയരങ്ങളിലെത്തും. പ്രാർത്ഥനയിൽ അധ്വാനിക്കുന്ന ശുശ്രൂഷകർ ഉയരങ്ങളിലെത്തും. അധ്വാനിക്കാതെ വിയർക്കാതെ ഒരു കാര്യവും നടക്കത്തില്ല. വിയർക്കാത്ത കുറേ പേരുണ്ട്, വെറുതെ കഴിക്കുന്നവരുണ്ട്. എന്ത് കിട്ടിയാലും ഈ അമ്മമാർക്കൊക്കെ ഉള്ള പ്രശ്നം, പിള്ളേർക്ക് കൊടുത്തതിൻ്റെ ബാക്കി തിന്ന് വലുതായ അമ്മമാരുണ്ട്. ഇവർക്ക് ഷുഗറും കൊളസ്ട്രോളുമാണ്. അപ്പം അവരോട് ഏറ്റവും ഒടുവിൽ ഡോക്ടർ പറയുന്നതാണ് ആഞ്ഞു പിടിച്ച് നടക്കണമെന്ന്. ആഞ്ഞു പോവുകയാണ്. രാവിലെ വിടുന്ന കാണാം. നേരെ ഒന്ന് വെളുത്ത് കിട്ടിയാൽ മതി, പാഞ്ഞു പോകുന്നു. പാഞ്ഞു പോകാതെ നിർത്തിയില്ല. ഓരോ ജംഗ്ഷനിലും പട്ടിയാണ്. കാരണം എന്താണ്? ഡോക്ടർ പറഞ്ഞതാണ്, ഇനി ആഞ്ഞു പിടിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല. പിള്ളേരുടെ ബാക്കി തിന്നതാ. ആര് തള്ളിയാലും തള്ളത്തില്ലല്ലോ എന്നും പറഞ്ഞ് തള്ളിയതാ. തള്ള വിയർക്കണം. ഞാൻ ഒരിടക്ക് ഇവിടെ പലരോടും പറയും വ്യായാമം ചെയ്യണം. കാരണം PG വറീസങ്ങളാണ് എന്നെ നിർബന്ധിച്ചത്. വ്യായാമം ചെയ്യണം. അപ്പം എന്നെ ബോധിപ്പിക്കാൻ കുറേ പേരോട് വ്യായാമം ചെയ്യുന്നവരെ അറിയാം. അപ്പം എനിക്ക് കണക്ക് തരുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അതായത് നേരത്തെ പ്രിൻ്റ് ഔട്ടായിട്ട് തരും. രാവിലെ ഇന്നത് കഴിച്ചു, ഉച്ചയ്ക്ക് ഇന്നത് കഴിച്ചു, പിന്നെ ഇങ്ങനെ എഴുതി തരുമെന്ന്. ഇപ്പോൾ കാലം മാറി, വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് വരും. എന്താണ്, ഇത്ര നേരം പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ പറഞ്ഞിട്ട് മിനിമം 1 മണിക്കൂർ പ്രാർത്ഥിച്ചിരിക്കണം, ഇത്ര അധ്യായം വായിച്ചിരിക്കണം. അതിന് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി 1/2 മണിക്കൂർ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് തന്നെ അയ്യോ വ്യായാമം ചെയ്തില്ലോ, അവിടെ നിന്നുകൊണ്ട് തന്നെ. എന്നിട്ട് 15 മിനിറ്റ് വ്യായാമം. കാരണം സത്യമേ ചെയ്യാമല്ലോ. അങ്ങനെ എന്നെ പറ്റിക്കുന്ന മെസ്സേജുകൾ ഇതിനകത്ത് നിരന്തരം വരുന്നുണ്ട്. ഈ വർഷം നമ്മളത് നമുക്ക് അവസാനിപ്പിക്കുക. കാരണം ഈ യോശുവ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടുന്നതെല്ലാം വെട്ടി വീഴുങ്ങാം. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ വർക്കൗട്ട് ചെയ്യും, ഞങ്ങൾ വ്യായാമം ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊറോട്ടയും ബീഫും 3 നേരം വെട്ടി വീഴുങ്ങാം, നിങ്ങൾക്ക് മരുന്ന് ആവശ്യം പോലെ കഴിക്കാം. ഞങ്ങളതിനില്ല, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ വ്യായാമം ചെയ്യും. ഇങ്ങനെ യോശുവ പറഞ്ഞതുപോലെ ഞാനൊന്ന് തിരുത്തി പറയാമെന്ന് ഈ വർഷം ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ ചർച്ചിൽ തന്നെ പല കുഞ്ഞുങ്ങളും ദിവസം ഓടാനായിട്ട് പോയി 21 കിലോമീറ്റർ ഓട്ട മത്സരത്തിൽ കേരളത്തിൽ തന്നെ 2ാം സ്ഥാനം മേടിച്ച പെങ്കൊച്ചിനകത്ത് ഇരിപ്പുണ്ട്. ഓടി നാട്ടുകാർ ഓടിച്ചിട്ടതല്ല, തന്നെ മാരത്തോൺ ഓടി, പട്ടി ഓടിച്ചിട്ടതല്ല, മാരത്തോൺ ഓടി 2ാം സ്ഥാനം കിട്ടി. അപ്പോൾ എന്തുകൊണ്ടാ? വ്യായാമം, ആരോഗ്യം, വിയർക്കണം. അപ്പം ശാരീരിക ബലത്തിന് എന്ത് വേണം? വിയർക്കണം. മാനസിക ബലത്തിനും ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളിൽ വചനം വായിച്ചും പ്രാർത്ഥിച്ചും അധ്വാനിച്ച് നമ്മൾ ബലമുള്ളവരാകണം. ആരോഗ്യമുണ്ടാകണം, ആത്മീകാരോഗ്യം ഉണ്ടാകണം. എന്ത് വേണം? ശാരീരിക ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ നാം വിയർക്കണം. ആത്മീകാരോഗ്യം ഉണ്ടാകണമെങ്കിലും ദൈവസന്നിധിയിൽ യേശുവിൻ്റെ വിയർപ്പ് തുള്ളികൾ, ബാക്കി പറ, രക്തത്തുള്ളികളായി പോയി. അപ്പോൾ വിയർപ്പിലൂടെ വരെ രക്തം വന്നു. അതുപോലെ യേശു ദൈവസന്നിധിയിൽ വിയർത്തവനാണ്. ദൈവസന്നിധിയിലിരുന്ന് വിയർപ്പ് മുടക്കി യേശു ഒരു വലിയ വിജയത്തെ കൊണ്ടുവന്നു. ദൈവസന്നിധിയിരിക്കുന്നവരറിയണം, വിയർക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വിയർക്കണം. ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിങ്ങളെ പെട്ടെന്ന് കണ്ടാൽ നിങ്ങൾ വിയർത്ത് പോകും. ആ വിയർക്കുന്ന കാര്യമല്ല, പെട്ടെന്ന് അയ്യോ എല്ലാവരും കണ്ടല്ലോ, ആ കാര്യമല്ല. അങ്ങനൊരു വിയർക്കൽ
ഈ വർഷം ഉണ്ടാകരുത്. പകരം ദൈവസന്നിധിയിൽ വിയർക്കണം, പ്രാർത്ഥിക്കണം, ആരാധന, സ്തുതി, ദൈവസന്നിധിയിൽ ഇരിക്കണം. യേശുവിൻ്റെ വിയർപ്പ് കണങ്ങളിലൂടെ രക്തം പൊടിഞ്ഞു. അതുപോലെ യേശു ദൈവസന്നിധിയിലിരുന്നു. യേശുവിനറിയാം, എൻ്റെ പിതാവ് എന്നെ ഒരു നാൾ കൈവിടില്ല. എൻ്റെ പിതാവ് എൻ്റെ കൂടെയുള്ളത് കൊണ്ട് ഞാനൊരു ജയാളിയായി മാറും. ഞാൻ 3 കാര്യം പറഞ്ഞു. 1 വിശ്വസിക്കണം, 2 വിതയ്ക്കണം, 3 വിയർക്കണം, 3 വീണ്ടെടുക്കണം. ഇസഹാക്ക് അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം കുഴിച്ച കിണറുകൾ, അത് അസൂയയുള്ള അന്യ നാട്ടുകാർ, അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൽ അസൂയുള്ളവർ ആ ഉറവകളെ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. ഫെലിസ്തീർ എന്ന നാട്ടുകാരാണ്. എന്നാൽ ഇസഹാക്ക് എന്ത് ചെയ്തു? അവൻ അതിനെ വീണ്ടെടുത്തു. 26:18 വാക്യം. തൻ്റെ പിതാവായി അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിയതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. തൻ്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേര് തന്നെ ഇട്ടു. വീണ്ടെടുക്കണം. നഷ്ടപ്പെട്ടത് അവകാശങ്ങളെ, അപ്പന്മാരുടെ സമ്പത്തിനെ വീണ്ടും തിരിച്ചു പിടിക്കണം. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം നമ്മോടുകൂടെയുണ്ട്. നഷ്ടപ്പെട്ടതിനെ മുഴുവനും, നമ്മുടെ അവകാശങ്ങളെ മുഴുവനും നാം വീണ്ടെടുക്കാൻ വില മുടക്കുന്നവരായിരിക്കണം. വീണ്ടെടുക്കുന്ന ഒരു സ്വഭാവം. അബ്രഹാം നഷ്ടപ്പെട്ട സ്വത്ത് വീണ്ടെടുത്തവനാണ്. ലോത്തിനെ പിടിച്ചുകൊണ്ടുപോയി, അബ്രഹാം തിരിച്ചു കൊണ്ടുവന്നു. ദാവീദ് തൻ്റെ കുടുംബത്തെ ശത്രു കൊണ്ടുപോയി, ദാവീദ് അതിനെയെല്ലാം തിരിച്ചെടുത്തു. യേശു നഷ്ടപ്പെട്ട മാനവജാതിയെ മുഴുവനും ദൈവത്തിന് വേണ്ടി വീണ്ടെടുത്തു. വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കൽ ഉണ്ടായിരുന്നതും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതുമായതിനെ ഞാൻ വീണ്ടും തിരിച്ചു പിടിക്കും. പോയെന്ന് പറഞ്ഞിരിക്കില്ല. എനിക്കുണ്ടായിരുന്ന നന്മകൾ എന്തെല്ലാം ഉണ്ടായിരുന്നോ, ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയത് എനിക്ക് വിഷയമല്ല. എനിക്ക് ദൈവം സമയം തന്നിട്ടുണ്ട്. ഞാനതെല്ലാം വീണ്ടെടുക്കും. എത്ര പേരതിന് ആമേൻ പറയും? ഞാനതിനെ വീണ്ടെടുക്കും. എൻ്റെ അഭിഷേകം ഞാൻ വീണ്ടെടുക്കും. എൻ്റെ കൃപകൾ ഞാൻ വീണ്ടെടുക്കും. എൻ്റെ ആരോഗ്യം ഞാൻ വീണ്ടെടുക്കും. എൻ്റെ സമാധാനം ഞാൻ വീണ്ടെടുക്കും. എൻ്റെ വീട്ടിലുണ്ടാകേണ്ട സന്തോഷം ഞാൻ തിരിച്ചു പിടിക്കും. വീണ്ടെടുക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. ഇന്നെനിക്കില്ല, എന്നാൽ അത് എൻ്റേതായിരുന്നു. അത് എൻ്റെ അപ്പൻ്റെ വകയാണ്. അപ്പോസ്തലന്മാർ അനുഭവിച്ച അത്ഭുതങ്ങൾ ഞാൻ തിരിച്ചു പിടിക്കും. അസാധാരണ വിടുതലുകൾ, 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ദൈവശക്തി, അത് ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചും വിശ്വസിച്ചും ഞങ്ങൾ വീണ്ടെടുക്കും. അതായത് ലോകത്തെവിടെയെല്ലാം ഇന്ന് ഉണർവ് നടക്കുന്നുണ്ടോ അതെല്ലാം പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വീണ്ടും ഇവിടെയും സംഭവിക്കും. ആഫ്രിക്കയിൽ സംഭവിച്ചത്, നൈജീരിയയിൽ സംഭവിച്ചത്, അതുപോലെ അമേരിക്കൻ നാടുകളിൽ സംഭവിച്ച ഉണർവുകൾ അതിവിടെയും സംഭവിക്കും. എൻ്റെ വീട്ടിൽ നടക്കും, എൻ്റെ നാട്ടിൽ നടക്കും. ഞങ്ങൾ ആ അനുഗ്രഹത്തെ വീണ്ടെടുക്കും. ആ അഭിഷേകത്തെ ഞങ്ങൾ വീണ്ടും, ആ ഉറവയെ ഞങ്ങൾ തിരിച്ചു പിടിക്കും. അഭിഷേകമെന്ന ഉറവയെ ഞങ്ങൾ വീണ്ടും കുഴിച്ചെടുക്കും. അപ്പോൾ ഇസഹാക്ക് കുഴിക്കാൻ ചെന്നപ്പോൾ കുറേ പേര് വഴക്കുണ്ടാക്കി. ഇത് ഞങ്ങളുടേതാണെന്നും പറഞ്ഞു. ഇസഹാക്ക് അതിനെ കൊടുത്തു. അടുത്ത സ്ഥലത്തോട്ട് പോയി. അത് കുഴിച്ചപ്പോഴും അവർ വഴക്കിടാൻ വന്നു. ഇസഹാക്ക് ഉറവയെ അവർക്ക് കൊടുത്തു. എന്നാൽ അടുത്ത സ്ഥലത്തേക്ക് പോയി. ആരും വഴക്കിന് വന്നില്ല. അപ്പോൾ ഉടനെ ഇസഹാക്ക് പറഞ്ഞു, ഈ സ്ഥലം ദൈവം നമുക്ക് തന്നതാണ്, അതുകൊണ്ട് ഇതിനെ രഹബോത്ത് എന്ന് പേരിടാമെന്ന് പറഞ്ഞു. ദൈവം തന്നത്, അതായത് ആരും വഴക്കിടാത്ത സ്വസ്ഥതയുള്ള ചില ഉറവകൾ. ഞാൻ ആത്മാവിൽ പറയുകയാണ്, മടുക്കാതെ കുഴിക്കുന്നവർക്ക് വേണ്ടി ദൈവം ആർക്കും തൊടാൻ കഴിയാത്ത ചില സ്വസ്ഥമായ നന്മകൾ നിങ്ങളുടെ കയ്യിൽ തരാൻ പോവുകയാണ്. ഈ വർഷം നിങ്ങളത് കാണാൻ പോവുകയാണ്. രഹബോത്ത് കയ്യിൽ വരാൻ പോവുകയാണ്. ആരൊക്കെയോ അത് പിടിക്കുന്ന പകലാണ്. നീ രഹബോത്തിനെ പ്രാപിക്കും. അപ്പൻ്റേത് മാത്രമല്ല, നിന്റേതെന്ന് പറയുന്ന സ്വന്തം ചില ഉറവകളും, പിതാക്കന്മാരുടെ നന്മ മാത്രമല്ല,
നിന്റേതെന്ന് പറയുന്ന, ആരും എതിർക്കാത്ത, നിന്റെ കൈകൊണ്ട് അധ്വാനിച്ച ചില ഉറവകളെ, രഹബോത്തിനെ ദൈവം നിന്റെ കയ്യിലോട്ട് തരാൻ പോവുകയാണ്. എത്ര പേരതിനെ സ്വീകരിക്കും? വീണ്ടെടുക്കുന്ന ദൈവം, വീണ്ടെടുക്കുന്നവരെ ബലപ്പെടുത്തുന്ന കർത്താവ്. 4 കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1 വിശ്വസിക്കണം, 2 വിതയ്ക്കണം, 3 അധ്വാനിക്കണം അല്ലെങ്കിൽ വിയർക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, 4 നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കണം, തിരിച്ചു പിടിക്കണം, വാശിയായിരിക്കണം, ഏറ്റവും ഒടുവിൽ വിജയിക്കണം. വിജയിക്കണം. വിജയമെന്നുള്ളത് നമ്മുടെ അവകാശമാണ്. യേശു ക്രൂശിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി പിശാചിനെ പരസ്യ കോലമാക്കി. ഇതുപോലെ വിജയിക്കണം. ഇത് നമ്മുടെ വാശിയായിരിക്കണം. വിജയിക്കണം. ഞാൻ വിജയിക്കും. എൻ്റെ കുടുംബജീവിതം വിജയിക്കും. എൻ്റെ തലമുറയുടെ ഭാവി കണ്ട് ഒരു ജയം കണ്ട് ഞാൻ ഇവിടുന്ന് പോകൂ. ഞാൻ വിജയിക്കും. എൻ്റെ ബിസിനസ്സിൽ ഞാൻ വിജയിക്കും. എൻ്റെ വിദ്യാഭ്യാസത്തിൽ ഞാൻ വിജയിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ തോറ്റുപോകില്ല. കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നത്തിൽ നിന്നും ഞങ്ങൾ പുറത്തു വരും. ഞങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമാകും. നല്ല കുടുംബജീവിതം ഉണ്ടാകും. വിജയകരമായ ഒരു കുടുംബജീവിതം. അയ്യോ, എൻ്റെ ഭർത്താവ് അങ്ങനെ, എൻ്റെ ഭാര്യ ഇങ്ങനെ, ഇതും പറഞ്ഞുകൊണ്ടിരിക്കില്ല. എൻ്റെ കുടുംബജീവിതം ആരംഭത്തേക്കാൾ എൻ്റെ ഈ വർഷത്തിൻ്റെ ഒടുവിൽ എൻ്റെ കുടുംബം ഭയങ്കര അനുഗ്രഹമായിരിക്കും. ജയകരമായ ഒരു കുടുംബജീവിതം.